ഓം നമ പ്രണവാർത്തായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. നാൽപ്പത്തിയൊന്നാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രവേദിയിൽ ഇങ്ങനെ നിൽക്കുവാൻ അനുഗ്രഹം നൽകിയ എല്ലാ സുമനസ്സുകളോടുമുള്ള കടപ്പാട് ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. സത്രം എന്ന വാക്കിൻ്റെ അർത്ഥം പലതാണ്. അതിൽ ഒരർത്ഥം നീണ്ടു നിൽക്കുന്ന യജ്ഞം ആണ്. ഭാഗവത സത്രം നീണ്ടു നിൽക്കുന്ന യജ്ഞം സൂചിപ്പിക്കുന്നു. വേറെ ഒരർത്ഥമുണ്ട്, മാനസികമായും ശാരീരികമായും ക്ഷീണിച്ചു വരുന്നവർക്ക് അവലംബമായി നിൽക്കുന്ന വഴിയമ്പലങ്ങൾ. പണ്ടൊക്കെ ഞാൻ വൈക്കം സ്വദേശിനിയാണ്, വൈക്കത്തപ്പൻ്റെ അടിമയാണ്. മഹാദേവൻ്റെ തണലിൽ നിൽക്കുവാൻ ഒരു ഭാഗ്യം കിട്ടിയതിൽ ഭഗവാനെ സ്മരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വൈക്കത്തൊക്കെ അമ്പലത്തിനോട് ചേർന്ന് സത്രം, അമ്പലത്തിനോട് ചേർന്നാണ്. അല്ല, ഇന്ന് ആ സത്രത്തിൻ്റെ പേര് മാറി, നിറവുമൊക്കെ മാറി ഗസ്റ്റ് ഹൗസുകളായി. അപ്പോൾ ഈ സത്രം എന്താണ്, അന്നൊക്കെ നമ്മൾ എന്താണ് സത്രത്തിൽ താമസിക്കുന്നത്? അപ്പോൾ മാനസികമായും ശാരീരികമായും ക്ഷീണിച്ചു വരുന്നവർക്കുള്ള ഒരു സ്ഥലമാണ്, ഈ വഴി അമ്പലമാണ് സത്രം. അവിടെ അവർക്ക് ആഹാരം കിട്ടുന്നു, അവർക്കവിടെ ക്ഷീണം തീർക്കാം, വിശ്രമിക്കാം. അപ്പം ഇങ്ങനെയുള്ള ഈ സത്രവേദി നമ്മുടെയൊക്കെ ഒരു അമ്പലമാണ്. ഈ പുണ്യവേദിയിൽ നിൽക്കുവാൻ, ഇവിടെ ഇരിക്കുവാൻ, ഇത് കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ എത്രയൊക്കെ കുറച്ചെങ്കിലുമൊക്കെ പുണ്യം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് കേൾക്കാൻ സാധിക്കാത്ത അനേകം പേരുണ്ട്. അവർക്ക് പുണ്യം ചെയ്യാഞ്ഞിട്ടല്ല, പല കാരണങ്ങളുണ്ടാവാം. പലരും ഇന്ന് വേദന അനുഭവിക്കുന്നവരുണ്ട്, ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നവരും ഒക്കെ ഇന്ന് ഈ ലോകത്തിലുണ്ട്. അവർക്കൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവാം ഇവിടെ വരണമെന്ന്. അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും കൂടിയാണ് എൻ്റെ ഈ പ്രഭാഷണം. ഇത് ഇന്നത്തെ ലോകം, ഇന്നത്തെ സമൂഹം, ഇത്രയും നാൾ ആചാര്യസ്വാമിയൊക്കെ ഇവിടെ ഇരിക്കുന്നു, സുനിൽ സ്വാമിയൊക്കെ, ഇത്രയും നാൾ നിങ്ങൾ കേട്ടതെല്ലാം വളരെ അതിഗഹനമായ, ഇപ്പം സാറ് തന്നെ ഇവിടെ പറഞ്ഞ അതിഗഹനമായ കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് അതിൽ നിന്നൊക്കെ നിങ്ങളെ ഒന്ന് താഴത്തേക്ക് കൊണ്ടുവരാണ്. നമുക്ക് സാധാരണക്കാരായ സാധാരണക്കാരായ കാര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതിനു വേണ്ടി നമ്മുടെ ഭാഗവതത്തിലെ 2 കുട്ടികളെയും കഠോപനിഷത്തിലെ നചികേതസിനെയും മാതൃകയാക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത്രയും നാൾ ദിവസവും നിങ്ങൾ കേട്ടിരിക്കുന്ന പ്രഭാഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. വളരെ സാധാരണ കാര്യമാണ് ഞാൻ അവതരിപ്പിക്കുന്ന, സാധാരണ നിലയിലാണ് അവതരിപ്പിക്കുവാൻ പോകുന്നത്, നിങ്ങളോട് സംവദിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ സമൂഹം എന്താണ്? ഈ സത്രവേദി നമുക്ക് തരുന്ന പല അറിവുകളുണ്ട്. അതിനെ നമ്മൾ കേട്ടിട്ട് മനനം ചെയ്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഏതറിവും അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. നമ്മളുടെയൊക്കെ അറിവിൻ്റെ അടിസ്ഥാനം വേദങ്ങളാണ്. ഈ വേദങ്ങൾ അതിഗഹനങ്ങളായതുകൊണ്ട് ഇതിഹാസ രൂപേണയും പുരാണ രൂപേണയൊക്കെ നമ്മളുടെ മുൻപിലേക്ക് നമ്മുടെ പൂർവീകർ തന്നതാണ്. അവയെ നമ്മൾ ശ്രവണം ചെയ്തു മനനം ചെയ്താണ് ഇതെല്ലാം പറയുന്നത് നമ്മുടേതായ രീതിയിൽ. അപ്പോൾ ഇന്നത്തെ സമൂഹം എങ്ങനെയാണ് എന്ന് നമ്മൾ ഓർക്കും. സമൂഹത്തിൽ തിരിച്ചറിവില്ലായ്മയുടെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ഒരു സ്പന്ദനം നമ്മൾക്ക് കേൾക്കാം. നമ്മൾക്ക് നോക്കുമ്പോൾ മാർക്കണ്ഡ മുനി മഹാഭാരതത്തിലെ വനപർവ്വതത്തിൽ 188 അധ്യായത്തിൽ പറഞ്ഞ കലികാല വർണ്ണന നമ്മളൊന്ന് നോക്കിയാൽ, അത് പറഞ്ഞ് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ ഒരു 3 മാസത്തെ ദൃശ്യ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ
നമുക്ക് അറിയാം, അതിലുമൊക്കെ മേലെയുള്ള കാര്യങ്ങളാണ് ഇന്ന് സംഭവിക്കുന്നത്. വിദ്വേഷത്തിൻ്റെ ഉണ്ട്, തിരിച്ചറിവില്ലായ്മയുടെ ഉണ്ട്, അധർമ്മത്തിൻ്റെ പാത നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു തലമുറയുണ്ട്. ഇന്നത്തെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന തലമുറ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ നമ്മളുടെ ചുറ്റിലും സ്നേഹസ്വരൂപങ്ങൾ ഉണ്ടായിരുന്നു. ചെറുതിലെ, നമ്മുടെ കുഞ്ഞുനാളിലെ, നമ്മളുടെ ചെറുപ്പകാലത്ത് നമ്മൾക്ക് പല കാര്യങ്ങൾ പറഞ്ഞു തരുവാനും ഓർമ്മപ്പെടുത്തുവാനും സ്നേഹസ്വരൂപങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ടായിരുന്നു. കുടുംബത്തിലുണ്ടായിരുന്നു, സമൂഹത്തിലുണ്ടായിരുന്നു. നമ്മൾ അവരെ കേൾക്കുകയും ചെയ്തിരുന്നു. ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ ആളുകൾ ഇല്ലാതെ കുറഞ്ഞു വരുന്നു, കേൾവിക്കാർ കുറഞ്ഞു വരുന്നു. ഇതൊരു വലിയ ദുഃഖത്തിലേക്കാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മളുടെ ഈ അമൃത കുംഭങ്ങളായ ഈ പുണ്യ പുരാണ ഇതിഹാസങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്, അറിവുകളാണ്. അവയെ നമ്മൾ നമ്മുടെ പുതിയ തലമുറയിലേക്ക്, ഞാൻ എല്ലാ സത്രവേദിയിലും പറയാറുണ്ട്, ഒരു കൊച്ചുകുട്ടിയെങ്കിലും ഇവിടെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എനിക്കൊരു സന്തോഷമായേനെ, ഒരു കുട്ടിയെയെങ്കിലും. കാരണം നിങ്ങളിവിടെ പ്രഹ്ലാദ ചരിതവും ധ്രുവചരിതവും ധാരാളം കേട്ടുകഴിഞ്ഞു. ഇന്നലെ നരസിംഹ വർണ്ണന കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവർ രണ്ടും സുപരിചിതരാണ് സത്രവേദികളിൽ. പക്ഷേ നചികേതസിനെ അത്ര പരിചിതമല്ല. എങ്കിൽ പോലും കുട്ടികളുടെ കഥ പറയുമ്പോൾ പോലും ഒരു കുഞ്ഞിനെ നമ്മളുടെ ഈ വേദിയിൽ കാണാനില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അതേപോലെ തന്നെ ഒരു ഗർഭിണിയെ നമ്മൾക്കിവിടെ കാണണം. നമ്മുടെ സത്രങ്ങൾ, നമ്മുടെ സപ്താഹങ്ങൾ, നമ്മുടെ സത്സംഗങ്ങൾ എല്ലാം തന്നെ കുട്ടികളും ഗർഭിണികളും കേട്ടിരിക്കേണ്ടവയാണ്. പ്രഹ്ലാദ ചരിത്രത്തിൽ തന്നെ നമുക്കറിയാം എങ്ങനെയാണ് നിനക്ക് ഈ നാരായണ ഭക്തി വന്നതെന്ന് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് പ്രഹ്ലാദനോട്. നീ നിൻ്റെ അച്ഛനായ ഓം ഹിരണ്യകശിപു നമഃ കേട്ട് വളർന്ന നിനക്ക് എങ്ങനെയാണ് പ്രഹ്ലാദ ഈ നാരായണ ഭക്തി വന്നത് എന്ന് പറയുമ്പോൾ പ്രഹ്ലാദൻ പറയുന്നത്, പണ്ട് എൻ്റെ അച്ഛൻ തപസ് ചെയ്യാൻ പോയപ്പോൾ, മന്ദരപർവ്വതത്തിൽ തപസ് ചെയ്യാൻ പോയത് എന്തിനാണ്? ഭഗവാനെ കൊല്ലുവാൻ വേണ്ടിയുള്ള തപസ്സാണ്. അതിനുള്ള വരം മേടിക്കുവാനുള്ള തപസ്സിന് പോയപ്പോൾ ദേവന്മാർ ഞങ്ങളെ ആക്രമിക്കാൻ വന്നു. അന്ന് ഞാൻ അമ്മയുടെ ഗർഭത്തിലാണ്. അപ്പോൾ അമ്മയെ ദേവേന്ദ്രൻ പിടിച്ചുകൊണ്ടു പോയപ്പോൾ നാരദ മഹർഷി, മഹാത്മാവായ നാരദ മഹർഷി വന്ന് എൻ്റെ അമ്മയെ ദേവേന്ദ്രനോട് പറഞ്ഞ് എൻ്റെ അമ്മയെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ഗർഭിണിയാണ്, ഒന്നും ദ്രോഹം ചെയ്യാൻ പാടില്ല. അങ്ങനെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അദ്ദേഹം നാരായണ കഥകൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു എൻ്റെ അമ്മയ്ക്ക്, കയാതുവിന്. ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാതുവിനെ നാരായണ തത്വം പഠിപ്പിക്കുകയായിരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നാരായണായ നമ. നാരായണ കഥകളെല്ലാം ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ കിടന്ന് കേട്ടിരിക്കണു. പിന്നെ എങ്ങനെ എനിക്ക് ഭക്തി വരാതിരിക്കും കൂട്ടുകാരേ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ഹിരണ്യകശിപുവിൻ്റെ ഭക്തനാക്കി മാറ്റുവാൻ വിട്ട പ്രഹ്ലാദൻ തൻ്റെ കൂട്ടുകാരെ കൂടി നാരായണ ഭക്തരാക്കി മാറ്റിയ മാതൃകയാണ്. ഈ മാതൃക നമ്മുടെ കുട്ടികൾക്കറിയണ്ടേ? പ്രഹ്ലാദൻ്റെ മാതൃക അറിയണ്ടേ? ധ്രുവൻ്റെ മാതൃക അറിയണ്ടേ? ഇച്ഛാശക്തിയുടെയും ദൃഢചിത്തനായിട്ടുള്ള ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് തൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ച ധ്രുവൻ എന്ന ഉത്താനപാദൻ്റെയും സുനീതിയുടെയും മകനെ അറിയണ്ടേ? കഥ പണ്ട് ഞങ്ങളുടെയൊക്കെ പഠിച്ചപ്പോൾ ഓർമ്മയുണ്ട്, 2ാം ക്ലാസ്സിലെ മലയാളം പാഠാവലിയിൽ ഈ ഉത്താനപാദൻ്റെ മടിയിൽ നിന്ന് സുരുചി വലിച്ചിറക്കി താഴത്തേക്ക് ഇടുന്ന ധ്രുവനെ അന്ന് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. കൊച്ചു ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പം ധ്രുവനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട് കുട്ടികൾ. അയ്യോ, അച്ഛൻ്റെ സ്നേഹം, അച്ഛൻ്റെ ലാളനെ അറിയണ്ടേ കുട്ടികൾ? അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അറിയണ്ടേ? സ്നേഹം സ്പർശനത്തിൽ കൂടി അറിയണം. തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എൻ്റെ മക്കളെ നീ എൻ്റെ പുണ്യമെന്ന് പറയുവാൻ മാതാപിതാക്കൾ തയ്യാറാകണം. ഇന്ന് ഒരു മൈൽ ദൂരെ നിർത്തിക്കൊണ്ട് നീ പഠിക്കയില്ലേ, പഠന മികവിനെയും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതോടൊപ്പം തന്നെ തന്നോട് ചേർത്ത് നിർത്താൻ നമ്മുടെ മാതാപിതാക്കൾ ശ്രമിക്കണം. ഒന്ന് തോറ്റു വന്നാലും വിതുല എന്ന രാജകുമാരി പറഞ്ഞതുപോലെ മുഹൂർത്തം ജ്വലിതോ ശ്രേയോനത്ത് ധൂമായുധം ചിരം. നീ ഒരു മുഹൂർത്തത്തിലേക്ക്, മുഹൂർത്തം മാത്രം നീ ചാടി എണീക്ക്,
ഇന്ന് സഞ്ജയ് രാജകുമാരനോട് തോറ്റുവന്ന മകനോട് തന്നെ ചേർത്ത് നിർത്തി പറഞ്ഞ് അവന് പ്രചോദനം കൊടുത്ത കഥകൾ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ പുരാണങ്ങളിലുണ്ട്. അതേപോലെ പ്രഹ്ലാദൻ, ധ്രുവൻ, നചികേതസ്, ഈ 3 കുട്ടികളാണ്. ഈ 3 കുട്ടികളുടെ സമാനതകളാണ് ഇന്ന് എനിക്ക് 1 മണിക്കൂർ കൊണ്ട് നിങ്ങളോട് പറയുവാനുള്ളത്. ഏറെ സമാനതകളുണ്ട് ഈ 3 കുഞ്ഞുങ്ങൾക്കും. നചികേതസിനെ അത്രയ്ക്ക് പരിചയം എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നചികേതസ് കഠോപനിഷത്തിലെ പ്രധാന കഥാപാത്രമാണ്. കഠോപനിഷത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത എന്ന പ്രചോദന മന്ത്രമാണ്. ഭാരതത്തിലെങ്ങും അലയടിച്ചുയർന്ന സ്വാമി വിവേകാനന്ദൻ എല്ലായിടത്തും പറയുന്ന, പ്രത്യേകിച്ച് യുവാക്കളോട് പറയുന്നത് ഉത്തിഷ്ഠത, നീ എഴുന്നേൽക്കൂ, ജാഗ്രതയോടുകൂടി നീ അറിവുള്ളവരിൽ നിന്ന് അറിവ് സമ്പാദിച്ച് മുന്നോട്ട് പോകൂ എന്ന് നമ്മളെ പ്രചോദിപ്പിക്കുന്ന മന്ത്രമുള്ള കഠോപനിഷത്ത്. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ 2 പേരാണ്. ഒന്ന് മരണദേവനായ ധർമ്മദേവനും, 2 ഒരു കുട്ടിയായി. ഈ 3 കുട്ടികളും നചികേതസുമാണ്. ഈ 3 കുട്ടികളെ ഞാൻ നചികേതസിനെയും ധ്രുവനെയും പിന്നെ പ്രഹ്ലാദനും 3 കുട്ടികളും 10 വയസ്സിൽ താഴെയാണെന്നുള്ളതാണ് അത്ഭുതം. ഈ 10 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളുടെ ഒരു ചോദ്യമാണ്. ഈ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അനന്ത സാധ്യതകളെ നമ്മുടെ മഹാത്മാക്കൾ തുറന്നു കാട്ടുകയാണ്. ഇതൊക്കെ നിന്നെ കൊണ്ടാവും. ധ്രുവൻ ചെയ്തത് നിനക്ക് ചെയ്യാൻ പറ്റും. കാട്ടിൽ പോയി തപസ് ചെയ്യാനല്ല, ആ ശ്രദ്ധ നിനക്ക് നിന്റെ ലക്ഷ്യം നേടാൻ ഉപയോഗിക്കാം. പ്രഹ്ലാദൻ്റെ സത്യസന്ധത, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവം, കൊച്ചുകുട്ടികൾക്ക് ഇതൊക്കെ ആകുമോ? ആകും. അപ്പോൾ നചികേതസ് എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ അഗ്നി എന്നാണ്. നചികേതസിൻ്റെ അച്ഛൻ ഗൗതമ വംശജനായ വാജസ്രവസിൻ്റെ പുത്രനായ ഉദ്ദാലകൻ്റെ മകനാണ് നചികേതസ്. നചികേതസിൻ്റെ പിതാവ് ഒരു യാഗം നടത്തുകയാണ്. വിശ്വജിത്ത് എന്നാണ് യാഗത്തിൻ്റെ പേര്. വിശ്വം മുഴുവൻ ജയിക്കാൻ, സ്വർഗപ്രാപ്തിയാണല്ലോ എല്ലാ യാഗങ്ങളുടെയും അർത്ഥം. അവസാനം സ്വർഗം പ്രാപ്തിക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടിയും എല്ലാവരും, കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ വിശ്വജിത്ത് യാഗത്തിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ എന്താ? സർവസ്വദാനം അവസാനം ചെയ്യണം. സർവവും ദാനം ചെയ്യണം. മനുഷ്യനാണോ അവൻ ദാനം ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കണോ? ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ദാനം. നമുക്കാണ് ദാനം ചെയ്യാൻ. അത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്തതല്ല ദാനം ചെയ്യാൻ നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിരിക്കുന്നത്. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്ത്, അത് നീ ദാനം ചെയ്യൂ. അപ്പോൾ ദാനം, സർവസ്വദാനം തുടങ്ങി അവസാന പശുക്കളുടെ ആ ഭാഗം വന്നപ്പോൾ ഈ അച്ഛൻ ചാവാലി പശുക്കളെ കൊടുക്കാൻ തുടങ്ങി ദാനമായിട്ട്. അപ്പോൾ കുട്ടി വിവേകശാലിയാണ്. ആദി ബുദ്ധിമാനാണ് നചികേതസ്. അഗ്നി സമാനനാണെന്ന് ഞാൻ പറഞ്ഞു. വിവേകശാലി. വിവേകം എന്ന് പറഞ്ഞാൽ എന്താണെന്നോ? വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വേണ്ടതുപോലെ ചെയ്യുക, വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അവൻ വിവേകശാലിയാണ്. വേണ്ട സമയത്ത് വേണ്ട കാര്യം വേണ്ടതുപോലെ ചെയ്യുകയും വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നവൻ വിവേകിയാണ്. ഈ കുട്ടി ഒരു വിവേകശാലിയായിരുന്നു. കുട്ടി ഇങ്ങനെ ചിന്തിച്ചു. ചിന്തയുണ്ട്. നമ്മുടെ കുട്ടികളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കണം. നിങ്ങൾ ചിന്തിക്കൂ, സ്വപ്നം കാണൂ എന്ന് നമ്മുടെ മഹാനായ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞത് വെറുതെയാണോ? കുട്ടികൾ ചിന്തിക്കണം. അവരുടെ ചിന്തകളിൽ നല്ല നല്ല കാര്യങ്ങൾ വരണം. ഉറങ്ങാൻ കിടക്കാൻ നേരത്ത് പ്രഹ്ലാദൻ്റെ കഥ പറഞ്ഞു കൊടുക്കണം, ധ്രുവൻ്റെ കഥ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെയാണ് പണ്ട് നമുക്കൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന. ഇതാണ് ഹനുമാൻ സ്വാമിയുടെ കഥ. ഹനുമാൻ സ്വാമി 100 യോജന ചാടും. ഉടനെ നമ്മൾ കുട്ടികളെ ചോദിക്കൂ, 100 യോജന എങ്ങനെ ചാടും ഹനുമാൻ സ്വാമി? അങ്ങനെ പറ്റുമോ അദ്ദേഹത്തിന് വിശക്കില്ലേ? ഇല്ലേ? എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളിൽ നിന്ന് വരത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തന്നിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കഥയൊന്നും ആർക്കും കേൾക്കണ്ട. അതാ ഞാൻ പറഞ്ഞ കേൾക്കാനുള്ള കാതുകൾ കുറഞ്ഞു വരുന്നു, ഓർമ്മിപ്പിക്കുവാനുള്ള സ്നേഹസ്വരൂപങ്ങൾ കുറയുന്നു ഈ സമൂഹത്തിൽ. നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മളുടെ ജീവിതം, നമ്മുടെ കുട്ടികളുടെ ജീവിതം, ഒരു തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കുകയാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. നമ്മളെപ്പോലെ തല നരച്ചവരിത് കേട്ട് നമുക്ക് ശ്രവണ മനന ധ്യാനത്തിലൂടെ ഇതൊക്കെ കേൾക്കുക. എന്നിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ? ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി
അർജുനന് നേരിട്ട് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തു. കയ്യും കാലും ഒക്കെ തളർന്നിരുന്ന അർജുനനെ പ്രചോദന മന്ത്രം കൊടുത്ത ആദ്യത്തെ പ്രചോദന മന്ത്രം എന്താ? ക്ലൈബ്യം മാസ്മഗമപ്പാർത്ഥ നൈദത്തെ ഉപപദ്യതേ. എന്താ ആദ്യത്തെ മന്ത്രം തന്നെ? പ്രചോദന മന്ത്രം. എന്താ നീ ഈ ക്ലൈബ്യം കഴിച്ച് നീ ഇങ്ങനെ ആണും പെണ്ണും കെട്ടി ഇങ്ങനെ ഇരിക്കാതെ നീ ധൈര്യമായിട്ട് എടുക്ക്. നിന്നെ കണ്ട് നിന്റെ പേര് കേൾക്കുമ്പോൾ പേടിക്കുന്നവരാണ് നിന്റെ ശത്രുക്കൾ. അർജുനന് കേട്ടാ മതി. അങ്ങനെ പ്രചോദന മന്ത്രം കൊടുത്ത് ഭഗവത്ഗീത മുഴുവൻ പറഞ്ഞു കൊടുത്തു. എല്ലാം പറഞ്ഞു തയ്യാറായി യുദ്ധവും ചെയ്തു. പക്ഷെ 13ാമത്തെ ദിവസം അഭിമന്യു ക്രൂരമായി വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അർജുനന് ഹാലിളകി. അർജുനൻ എന്തായി? ആ കേട്ടതെല്ലാം പോയി. ഭഗവത്ഗീതയൊക്കെ കളഞ്ഞു. ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താണ്? അതിലില്ലാത്തത് എന്താണ്? ജീവിത തത്വങ്ങൾ മുഴുവനും സത്യസന്ധമായ രീതിയിൽ ജീവിത തത്വങ്ങളെ വിശദീകരിച്ച് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ് ഭഗവത്ഗീതയിലൂടെ. അത് കേട്ടിട്ട് പോലും അർജുനന് നേരിട്ട് കേട്ടിട്ട് പോലും അർജുനൻ അത് ആ സമയത്ത് അപ്പം നമ്മളുടെ കാര്യമൊന്ന് ഓർക്കൂ. 13ാം ദിവസം അർജുനൻ അതൊക്കെ മറന്നുപോയി. അപ്പോൾ നമ്മളിത് ഓർക്കുക. നമ്മൾക്ക് എത്രമാത്രം കേട്ടാലാണ് ഇവയെല്ലാം നമ്മൾ ഹൃദിസ്ഥമാക്കുന്നത്. മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ മാതൃകകളാവണം. മാതൃകകളെ കാട്ടിക്കൊടുക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു മാതൃകയായി നമ്മുടെ മക്കൾക്ക് നിൽക്കണം. എങ്കിലേ നമ്മുടെ മക്കളും അതേപോലെ മാതൃകാ കഥാപാത്രങ്ങൾ പരിചയപ്പെടുത്തണം. അങ്ങനെ നചികേതസ് വിവേകശാലിയായ നചികേതസ് പറഞ്ഞു, അച്ഛ ഈ ചാവാലി പശുവിനൊക്കെ എന്ത് ദാനം കൊടുക്കണത്? കുട്ടിക്ക് അത്ഭുതമായിപ്പോയി. എഴുന്നേക്കാൻ വയ്യാത്തതും കറവ പറ്റിയതുമായ പശുക്കളെ കൊടുക്കുക. അപ്പോൾ ഉടനെ കുട്ടി ചോദിച്ചു, ഇപ്പം കുട്ടി ചോദിച്ചു, ഇത് എൻ്റെ അച്ഛന് പാപം കിട്ടാനാണ്. ഇങ്ങനെയുള്ളത് കൊടുത്താൽ ആരും ദാനം നല്ലതല്ലാത്തത് കൊടുത്താൽ മനസ്സുകൊണ്ടെങ്കിലും ഇതെന്ത് ഇവർ ഈ തരണേ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഇതെൻ്റെ അച്ഛന് ദോഷം വരികയല്ലോ. കുട്ടിയുടെ അച്ഛനോടുള്ള സ്നേഹം ഓർക്കൂ. പാവം കുട്ടി ഉടനെ വിചാരിച്ചു, അങ്ങോട്ട് അടുത്ത് നിന്നിട്ട്, അച്ഛാ എന്നെ ആർക്കാണ് അച്ഛാ കൊടുക്കണം? സർവസ്വദാനമാണ്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളതെല്ലാം കൊടുക്കണം. അപ്പോൾ അച്ഛൻ എന്നെ ആർക്കാ കൊടുക്കണേ? അച്ഛൻ ഇത് കേട്ടൊന്ന് ഞെട്ടി. നമ്മളും ഞെട്ടി, കുട്ടി എല്ലാവരും ഞെട്ടി. എന്നെ ആർക്കാ അച്ഛാ കൊടുക്കുക? അച്ഛൻ കേട്ടമട്ട് വെക്കാതെ അടുത്ത പശുവിനെ വലിച്ച് കൊണ്ട് കൊടുത്തു. അതിന് എഴുന്നേക്കാൻ വയ്യ, കറവയും പറ്റി എല്ലും തോലും. പിന്നെയും കുട്ടി എന്ന് ചോദിച്ചു, അച്ഛാ എന്നെ ആർക്കാ കൊടുക്കുക? അതും കേട്ടമട്ട് വെക്കാതെ ഒന്നുകൂടി ഗൗരവത്തിൽ അടുത്ത പശുവിനെ കൊടുത്തപ്പോൾ കുട്ടി അടുത്തി എന്ന് ഒച്ചയിൽ ചോദിച്ചു, അച്ഛാ എന്നെ ആർക്കാ അച്ഛൻ ദാനം ചെയ്യണേ? അച്ഛന് ദേഷ്യം വന്നിട്ട്, നിന്നെ ഞാൻ യമന് കൊടുക്കുമെന്ന് പറഞ്ഞു. നമുക്ക് വായിൽ വന്ന അതാണ്, നാവിൽ വന്നത് യമനെ. മരണദൈവമാണ് യമൻ. കുട്ടിയും ഞെട്ടി, അച്ഛനും ഞെട്ടി, ചുറ്റുള്ളവരെല്ലാവരും പെട്ടെന്ന് തന്നെ അച്ഛൻ ചേർത്ത് വിട്ടു. മക്കളെ, അച്ഛൻ അങ്ങനെ പറഞ്ഞത് സാരയില്ല കേട്ടോ, നിങ്ങൾക്ക് ഒന്ന് ആശ്വസിപ്പിച്ചെങ്കിലും കുട്ടി ഉത്തമനായ മകനാണ്. ഇന്നിവിടെ അശോകൻ സാർ അതൊക്കെ പറഞ്ഞു. ഉത്തമൻ ആരാണ്? ശ്രീരാമസ്വാമിയെ പോലെ. തൻ്റെ അച്ഛൻ 14 വർഷം വനവാസത്തിന് നീ പോയേ തീരൂ, ഭരതൻ രാജാവാകണമെന്ന് പറഞ്ഞപ്പോൾ മറിച്ചൊരക്ഷരം പറയാതെ അച്ഛൻ്റെ ആജ്ഞ അതേപടി അനുസരിച്ച ഉത്തമനായ മകൻ ശ്രീരാമസ്വാമിയെ പോലെ തന്നെ നചികേതസ്. ഉടനെ തന്നെ, അച്ഛാ ഞാൻ യമലോകത്തേക്ക് യാത്രയാകുകയാണ്. എല്ലാവരും വിഷമിച്ചു, മാതാപിതാക്കൾ എല്ലാവരും. പക്ഷെ കുട്ടിയെ നിന്നില്ല. ഈ കൊച്ചുകുട്ടി 10 വയസ്സിൽ താഴെയുള്ള ഈ കുട്ടി യമലോകത്ത് യാത്രയായി ചെന്നപ്പോൾ യമദേവൻ അവിടെ ഇല്ല, ശ്രാദ്ധദേവൻ അവിടെ ഇല്ല. 3 ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ കാവൽക്കാരൻ പറഞ്ഞു. കുട്ടി തിരിച്ചു പോയി. കുട്ടി എങ്ങോട്ട് പോകാനാണ്? ഭൂമിയിൽ നിന്നങ്ങ് പോയില്ലേ. കുട്ടി എന്ത് ചെയ്തു? ആ കൊട്ടാരവാതിൽക്കൽ നിരാഹാരനായി 3 ദിവസം നിന്നു, പച്ചവെള്ളം കഴിക്കാതെ. നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിഥി ദേവോ ഭവ. വെള്ളം കൊടുക്കുക, കയ്യും മുഖവും കഴുകാൻ വെള്ളം കൊടുക്കുക, അത് കഴിഞ്ഞ് വെള്ളം കൊടുക്കുക, പിന്നെ ഇരിക്കാൻ ഇരിപ്പടം കൊടുക്കുക. ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു രീതി, ഇല്ലേ? മര്യാദ. ഇതൊക്കെ എത്രമാത്രം ഓരോ വീടുകളിലും നടക്കണമെന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. എങ്കിൽ പോലും ഇത് നചികേതസിനോട് പറഞ്ഞപ്പോൾ നചികേതസ് ഇതൊന്നും കേൾക്കാതെ ഒറ്റ നിൽപ്പ്, പ്രാർത്ഥനാപൂർവ്വം 3 ദിവസം. ഇത് കണ്ട് യമൻ്റെ പത്നിയായ ദണ്ഡിനീതിക്ക് വിഷമം. ഒരു ബ്രാഹ്മണ ബാലൻ നിരാഹാരനായിട്ട് നമ്മുടെ വീടിൻ്റെ മുൻപിൽ ഇങ്ങനെ നിന്നാൽ എന്താ ചെയ്യുക? 3-ാം ദിവസം ഭർത്താവ് വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, സ്വാമി കുട്ടി ഒന്നും കഴിച്ചിട്ടില്ല 3 ദിവസം,
നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥിക്ക് ആഹാരം കൊടുക്കേണ്ട കടമ നമുക്കുള്ളതാണ്. നിരാഹാരനായി ആഹാരമില്ലാതെ നിൽക്കുന്നത് നമുക്ക് പാപം വരും, നമ്മളിലേക്ക് പാപം വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് ഇതിനൊരു പ്രായശ്ചിത്തം ചെയ്യൂ, സ്വാമി വേഗം ചെല്ലൂ എന്ന് പറഞ്ഞു. വേഗം തന്നെ യമദേവൻ ഈ കുട്ടിയുടെ അടുത്ത് വരിക. എന്നിട്ട് പറഞ്ഞു, കുട്ടി ക്ഷമിക്കൂ, ഞാൻ 3 ദിവസം യാത്രയിലായിരുന്നു, കുട്ടി ആഹാരം കഴിച്ചില്ലല്ലോ, എത്ര സഹിച്ചു ഈ 3 ദിവസം, അതുകൊണ്ട് കുട്ടിക്ക് ഞാൻ 3 ദിവസം ആഹാരം കഴിക്കാതെ നിന്നതിന് ഞാൻ കുട്ടിക്ക് 3 വരം നൽകാമെന്ന് പറഞ്ഞു. എന്നൊക്കെ അനുഗ്രഹം. ഇന്ന് നമ്മൾ വരം നൽകുക, ഇന്നിപ്പോൾ ഇതൊക്കെ നമ്മളുടെ കഥകളാണ്. വരം നൽകാതെ നമുക്ക് അനുഗ്രഹമല്ലേ? നമ്മുടെ വലത് കൈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ, കുഞ്ഞുങ്ങളുടെ മാത്രമല്ല, നമ്മളെക്കാട്ടിൽ ഇളയവർ ആരായാലും അവർ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകണമെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് യാത്ര ചോദിക്കുമ്പോൾ ഒന്ന് തലയിൽ കൈവച്ച് എൻ്റെ കുട്ടി നന്നായി വരും എന്ന് പറയുന്നതിന് നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? സ്വന്തം അമ്മമാർ മക്കളുടെ തലയിൽ കൈവയ്ക്കുവാൻ പോലും ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ്. സ്വന്തം അമ്മയുടെ വലത് കൈ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, കംപ്ലീറ്റ് പോസിറ്റിവിറ്റിയാണ് വലത് കൈ. കാരണം 10 മാസം 7600 മണിക്കൂർ നമ്മൾ ആ കുട്ടിയെ നമ്മുടെ ഗർഭപാത്രത്തിൽ വഹിച്ചുകൊണ്ട് ഏറ്റവും വലിയ വേദനയായ പ്രസവ വേദന അനുഭവിച്ച് ഈ ഭൂമിക്ക് സമ്മാനിച്ച ഒരു അമ്മയ്ക്ക് അനുഗ്രഹം കൊടുക്കാൻ അവളാണ് അർഹ. അവളുടെ വലത് കൈ ആ കുട്ടിയുടെ തലയിലൊന്ന് വെച്ചിട്ട് സ്കൂളിലേക്ക്, കോളേജിലേക്ക്, ജോലിക്ക്, വെളിയിലേക്ക്, എത്ര പ്രായമായാലും ഇതാണ് അനുഗ്രഹം. ഇപ്പം നമുക്ക് അല്ലാത്ത വരങ്ങൾ, ഈ അനുഗ്രഹമെങ്കിലും നമ്മൾ ഇന്ന് കൊടുക്കുന്നുണ്ടോ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഇങ്ങനെയുള്ള സത്രവേദിയിൽ നിന്ന് പല മഹാത്മാക്കളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളിത് ചെയ്യുന്നുണ്ടോ? അയ്യോ, ഞാനിത് ചെയ്യാറില്ല. എൻ്റെ കുട്ടി അടുത്ത് വരുമ്പം അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാറില്ല, ഒന്ന് സ്നേഹിക്കുന്നില്ല, ഒന്ന് ചെയ്യണം. അപ്പം ഈ ഒരു അനുഗ്രഹം, വരം 3 എണ്ണം കൊടുത്തു. അതിൽ 1ാമത്തെ വരം മാത്രമേ നമുക്കിവിടെ ഒന്ന് പറയുവാനുള്ള ഒരു സാഹചര്യമുള്ളൂ. 1ാമത്തെ വരം എന്താണെന്ന് കുട്ടി പറഞ്ഞോളൂ എന്ന് പറയുമ്പം, 1ാമത്തെ വരം, ഞാൻ ഭൂമിയിലേക്ക് തിരിച്ച് ചെല്ലുകയാണെങ്കിൽ, യമലോകത്താണ് നിൽക്കുന്നത്, എൻ്റെ അച്ഛൻ എന്നെ തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ സ്വീകരിക്കണം. കാരണം എൻ്റെ അച്ഛനും അമ്മയും വളരെ ദുഃഖത്തോടു കൂടിയാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. അവർക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ആ അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി വന്നതാണ് മഹാത്മാവേ. അതുകൊണ്ട് ഞാൻ തിരിച്ചു ചെല്ലുകയാണെങ്കിൽ, കുട്ടി അതിബുദ്ധിമാനാണ്, തിരിച്ചു ചെല്ലുകയാണെങ്കിൽ മരണദേവനെ തോൽപ്പിച്ച 3 പേരാണ് മാർക്കണ്ഡേയൻ, സാവിത്രി, നചികേതസ്. ഇവരുടെ 3 പേരുടെയും മുമ്പിൽ യമദേവൻ നമസ്കാരം പറഞ്ഞിട്ടുള്ളതാണ്. അതെ. അപ്പം നചികേതസ് പറഞ്ഞു, ഞാൻ തിരിച്ചു ചെല്ലുകയാണെങ്കിൽ എന്നെ എൻ്റെ അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞ്, കാരണം യമലോകം വരെ പോയിട്ട് തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടിയും എന്നെ സ്വീകരിച്ച് അവർ സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി ഇരിക്കണം. ഉടനെ യഥാസ്തു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ അച്ഛനും അമ്മയും എന്നും സന്തോഷവും സമാധാനത്തോടും കൂടി ജീവിക്കും, അവരുറങ്ങും. ഈ കുട്ടി ഇത് മനഃപൂർവ്വമാണ്. ഈ ഒരു വിവേകം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ വിവേകശാലിയാണ്, വളരെ മിടുക്കനാണ്. അദ്ദേഹം ഈ വരം ചോദിച്ചതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, ഈ വരം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും എന്നും സന്തോഷവും സമാധാനവുമായിട്ട് എൻ്റെ വീട്ടിലിരിക്കണമെങ്കിൽ അവരുടെ മക്കളായ ഞങ്ങൾ നേർവഴി നടക്കണം, ധർമ്മത്തിൻ്റെ പാതയിൽ നടക്കണം. പ്രത്യേകിച്ച് വിദ്യാർത്ഥി ജീവിതത്തിൽ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് നമ്മുടെ മക്കളെ ഒന്ന് പറഞ്ഞു നിർത്താനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ വിദ്യാർത്ഥി ജീവിതം അങ്ങനെയല്ല. ഒരു 20 വയസ്സ് വരെ എങ്കിലും നമ്മുടെ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥി ജീവിതത്തിൽ ബ്രഹ്മചര്യം 25 വയസ്സാണ്. ബ്രഹ്മനിൽ ആത്യന്തികമായ സത്യത്തിൽ മനസ്സർപ്പിച്ചിട്ടുള്ള യാത്രയാണ് ബ്രഹ്മചര്യം. ആ ആത്യന്തികമായ സത്യം, ആ ഈശ്വരനിൽ മനസ്സർപ്പിച്ചിട്ട അറിവ് നേടാനുള്ള യാത്രയാണ് ബ്രഹ്മചര്യം. അപ്പം ഈ അറിവ് നേടാൻ ഞാൻ യാത്രയിലാണ്. അപ്പോൾ കുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാനിനി വിദ്യ നേടുവാനുള്ള യാത്ര തുടങ്ങാൻ പോവാണ്. കുട്ടിയല്ലേ, വിദ്യാഭ്യാസത്തിലേക്ക് ഇറങ്ങുകയാണ്, കുട്ടിയുടെ മനസ്സിലുള്ളതാണ്. അങ്ങനെ ഇറങ്ങുമ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ദുഃഖം എന്നെ പ്രതി ഉണ്ടാവരുത്. അവരെന്നും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഉറങ്ങണേ.
ഇത് ഞാൻ എൻ്റെ കുട്ടികളുടെ ക്ലാസ്സുകളിൽ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ അച്ഛനും അമ്മയും എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടി ഇരിക്കണേ. കാരണം അവരുടെ സമാധാനം നശിക്കുന്നത് ഇല്ലേ, അവരുടെ സമാധാനത്തിനൊരു ദോഷം സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഏറ്റവും പ്രാധാന്യമായിട്ട് കുട്ടികളെ ചൊല്ലിയാണ്. നിങ്ങൾക്കറിയോ എത്രയെത്ര മാതാപിതാക്കളാണ് ഇന്ന് മെൻ്റൽ അസൈലമിൽ ജീവിക്കുന്നത്? എത്രയെത്ര മാതാപിതാക്കളാണ് കണ്ണീരും കയ്യുമായി ജീവിക്കുന്നത്? തൻ്റെ മക്കളുടെ മുഖമൊന്ന് കാണാൻ പോലും പറ്റാതെ എത്രയെത്ര മാതാപിതാക്കൾ ഇന്ന് കണ്ണീരും കയ്യുമായി കഴിയണു. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഇവർ എല്ലാവർക്കും വേണ്ടിയാണ്. എത്ര ദുഃഖകരമായ കാര്യങ്ങളാണ് ഇന്ന് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ താമരമൊട്ടായി തരുന്ന കുട്ടികളെ താമരപ്പൂവാക്കി വിടർത്തി ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കേണ്ട കർത്തവ്യമുള്ള നമ്മളുടെ മുൻപിൽ അവരുടെ ജീവസറ്റ ശരീരം വന്ന് നിൽക്കുന്നത് കാണുമ്പോഴൊക്കെ നമ്മൾക്ക് എന്താ തോന്നുക? എന്താ ചെയ്യാൻ പറ്റുക? എവിടെയാണ് പാകപ്പിഴവ് വന്നത്? എവിടെയാണ് തെറ്റുപറ്റിയത്? പിന്നീടിരുന്ന് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ധർമ്മത്തിൻ്റെ പാതയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ടോ? അപ്പം ഇതിനു വേണ്ടിയാണ് നചികേതസി ആദ്യ വരം മേടിച്ചത്. എൻ്റെ അച്ഛൻ എന്നും സമാധാനമായിട്ട് ഉറങ്ങണം, അതുകൊണ്ട് ഞാൻ നേർവഴിയിൽ നടക്കണം. അപ്പോൾ എനിക്കതിനുള്ള അനുഗ്രഹം വേണം. ധർമ്മത്തിൻ്റെ പാത വളരെ ഇടുങ്ങിയതാണ്, അവിടെ ആൾക്കാർ കുറച്ചേ ഉള്ളൂ. നേരെ തിരിച്ച് നിങ്ങൾ അധർമ്മത്തിൻ്റെ പാതയിലേക്കൊന്ന് നോക്കൂ, അവിടെ തിക്കും തിരക്കുമാണ് അതിലേ നടക്കാൻ. പക്ഷേ ധർമ്മത്തിൻ്റെ പാതയിൽ കൂർത്ത മുള്ളുകൾ ഉണ്ടെങ്കിൽ പോലും ചെന്ന് ചേരുന്നത് സുഖമായ ഒരവസ്ഥയിലേക്കാണ്. അപ്പോൾ ഈ പാതയിൽ നടക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണേന്നും കൂടിയാണ് നചികേതസ് പറഞ്ഞത്. രണ്ടാമത്തെ വരം സ്വർഗപ്രാപ്തിക്കുള്ള അഗ്നിവിദ്യയാണ് പറയുന്നത്. മൂന്നാമത്തെ വരം ആത്മജ്ഞാനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള മരണാനന്തര ജീവിതത്തിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഈ 3 വരമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതിൽ 3ഉം അദ്ദേഹം കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഞാൻ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ, ഒന്നാമത്തെ വരത്തിൽ വരുന്ന ഈ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങൾ ശീലിക്കണം. നചികേതസ് പറഞ്ഞത്, എൻ്റെ അച്ഛനും അമ്മയും എന്നെ എന്നും തിരിച്ചറിയണം, ഞാൻ കാരണം അവർക്കൊരു സമാധാനക്കേടുണ്ടാവരുത്. അപ്പം നചികേതസ് എന്ന കഥാപാത്രത്തിനെ നമ്മുടെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുവാൻ, കാരണം അച്ഛൻ നചികേതസ് ചെയ്തത് അച്ഛൻ്റെ തെറ്റിനെ ആർജവത്തോടെ ചോദ്യം ചെയ്യുകയായിരുന്നു. ആ ആർജവം, തെറ്റുകൾ കാണുമ്പോൾ ചോദ്യം ചെയ്യുവാനുള്ള ശക്തി, ആത്മശക്തി നമ്മുടെ കുഞ്ഞുങ്ങൾ നേടണം. 2, ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ എങ്ങനെയാണ് സ്വർഗ ആ പ്രാപ്തി നേടുന്നത്? ആ അഗ്നിവിദ്യ എന്താണ് ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും രഹസ്യം? ആത്മജ്ഞാനം എങ്ങനെ കിട്ടും? ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള ചോദ്യകർത്താക്കൾ ധാരാളം ഉണ്ടാവട്ടെ എന്നാണ് യമദേവൻ പറയുന്നത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടാവണം. കുട്ടികൾ ചോദ്യം ചോദിക്കാൻ ആസ്ക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു ഇത് തന്നെയുണ്ട്. ആസ്ക് പ്രിൻസിപ്പിൾ, ചോദ്യം ചെയ്യാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിൽ നിന്ന് അവൻ ഒരു ചോദ്യമെങ്കിലും ചോദിക്കണം. അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുവാനുള്ള ആർജവം നേടിയ നചികേതസ് അച്ഛനെ പ്രതിയാണ് ഈ ദുഃഖം ഇതിൽ പ്രത്യേകിച്ച് അച്ഛനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ 3 കുട്ടികളുടെയും, അതാണ് ഇവരെ 3 പേരെയും കൂടി ഞാൻ ഒന്നിച്ചെടുത്തത്. ധ്രുവൻ്റെ കഥയിൽ വരുന്ന അച്ഛൻ്റെ മടിയിലിരിക്കുവാനുള്ള കൊതി, ഒരു കുട്ടിക്ക് കൊതിയാണ് തൻ്റെ പിതാവിൻ്റെ മടിയിലിരിക്കുവാൻ, ആ ലാളനെ ഏൽക്കുവാൻ. പ്രത്യേകിച്ച് ഉത്തമനെ ലാളിക്കുന്നത് കാണുമ്പോൾ, ഉത്തമൻ ഇളയതാണ്, കുറച്ച് മൂപ്പുള്ളൂ ധ്രുവൻ എന്ന് പറഞ്ഞാൽ തന്നെ സ്ഥിരമായി നിൽക്കുന്നതാണ് ധ്രുവൻ. ആ വളരെ മിടുക്കനാണ് ധ്രുവനും. 5 വയസ്സേ ഉള്ളൂ. നോക്കൂ, 5 വയസ്സുകാരനാണ്. ഒരു ദിവസം ഈ കൊതി കണ്ടിട്ടാണ് ഓടിച്ചെന്ന് കയറിയപ്പോഴാണ് സുരുചി വന്ന് പറയുന്നത്, തട്ടി മാറ്റിയിട്ട്, നിനക്കിവിടെ ഇരിക്കാൻ നീ യോഗ്യനല്ല. സ്വന്തം പിതാവിൻ്റെ ജന്മദാതാവിൻ്റെ മടിയിലിരിക്കുവാൻ നീ യോഗ്യനല്ല ധ്രുവ. നീ പോയി തപസ് ചെയ്യൂ, മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് എൻ്റെ ഗർഭത്തിൽ വരൂ. നോക്കൂ,
സുനീതി, പേര് പോലെ ഇവരുടെ പേര് തന്നെ നമ്മൾ നോക്കണം. സുനീതി നീതിയുടെ ഭാഗത്താണ്. സുരുചി രുചി, ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഇഷ്ടം സുരുചിക്ക്. അപ്പം ഈ സുനീതിയുടെ ഏറ്റവും നല്ലൊരു മാതൃത്വത്തിൻ്റെ മഹനീയ മാതൃകയാണ് സുനീതി. ഇപ്പം സുനീതിയുടെ മകനായ ധ്രുവനോട് പറയുകയാണ്, നീ പോയി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വയറ്റിൽ വന്ന് പിറക്കുന്നേ, എങ്കിലും ഞാൻ നിനക്ക് ഈ മടി തരാം, അപ്പോഴേ നീ അർഹനാകുന്നുള്ളൂ. കുട്ടിപ്പാവ ഓടിപ്പോയി, ഓടിച്ചെന്ന് അമ്മയുടെ മടിയിൽ ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇതാണ് ഞാൻ പറയണത്, ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ മാനസികവും ശാരീരികവുമായ ഇറക്കി വയ്ക്കലിനുള്ള ഇടങ്ങൾ ഉണ്ടോ? കുട്ടികളുടെ മാനസികവും ശാരീരികവുമായി വികാരങ്ങളെ ഇറക്കി വയ്ക്കാനുള്ള ഇടങ്ങൾ നമ്മുടെ ഗൃഹങ്ങളിലുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തണം. ധ്രുവൻ ഓടിച്ചെന്ന് തൻ്റെ മാതാവിൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട്, എൻ്റെ അമ്മേ, എന്താണ് ചെറിയമ്മ ഇങ്ങനെയൊക്കെ പറയണേ, എന്താണ്, എനിക്ക് എൻ്റെ അച്ഛനല്ലേ, എൻ്റെ ജന്മദാതാവല്ലേ, എനിക്ക് ജന്മം തന്ന അച്ഛനല്ലേ, അച്ഛൻ്റെ മടിയിലിരിക്കാൻ ഞാൻ അർഹനല്ലേ, എന്താ അമ്മയോടും എന്താണ് ഇങ്ങനെ പെരുമാറണത് അച്ഛൻ എന്ന് ചോദിച്ച ധ്രുവനെ കെട്ടിപ്പിടിച്ച് നെറുകയിലൊരു ഉമ്മ കൊടുത്ത്, കൗസല്യം ഇങ്ങനെയാണ് മകനെ മടിയിലേക്ക് ഇരുത്തി ആദ്യം നെറുകയിലൊരു ഉമ്മ കൊടുക്കും. രാമായണം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. നമ്മളോർക്ക് ഈ പ്രായമായ മകനെ എല്ലാവരെയും, അത് മക്കളെ ആണേലും നമ്മളൊന്ന് ചേർത്ത് നിർത്തണം. എന്നിട്ട് സുനിധി പറയുന്നതാണ്, കുട്ടി നീ ചെറിയമ്മയെ കുറ്റപ്പെടുത്തരുത്, ഇത് നമ്മുടെ പൂർവകർമ്മ ഫലമാണ്. ഏതമ്മയാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണത്? ഇങ്ങനെ ഒരു നല്ല കാര്യങ്ങൾ നമ്മളൊക്കെ ആണെങ്കിൽ പിടിച്ചു വലിച്ച് അപ്പ കൊണ്ടുപോയി രാജാവിൻ്റെ മുമ്പിൽ നിർത്തി, നിങ്ങൾ എന്തുവാ പറയണേ, നിങ്ങളുടെ ആദ്യ ഭാര്യ ഞാനല്ലേ, ഇവൻ നിങ്ങളുടെ മകനല്ലേ. സാധാരണ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം. ഇതൊന്നും ചെയ്യാതെ അമ്മ എന്ന പദത്തിന് ഏറ്റവും യോഗ്യയായ സുനിധി ചെയ്തത് എന്താണ്? തൻ്റെ മകനെ പിടിച്ചുവിട്ട് പറഞ്ഞു, മോനെ ഇതൊക്കെ നമ്മുടെ പൂർവ്വകർമ്മ ഫലമല്ലേ, നമ്മൾ ചെയ്ത പാവം കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇത് നമ്മുടെ കർമ്മഫലം എന്ന ആ ഒരു സിദ്ധാന്തത്തിനെ അരക്കിട്ടുറപ്പിക്കുകയാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ, ഭാരതീയ ദർശനങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കർമ്മഫലവും കർമ്മഫല സിദ്ധാന്തവും. ഫലത്തിൽ ആഗ്രഹമില്ലാതെ കർമ്മം ചെയ്യുന്നത് കർമ്മഫലം. നമ്മുടെ ഫലത്തിൽ അതിന് നമുക്ക് അത്രയ്ക്ക് ആഗ്രഹം കൊടുക്കണ്ട, കർമ്മത്തിലാണ് നമ്മൾ ആഗ്രഹം കൊടുക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന കർമ്മം മനോഹരമായി ചെയ്യുക, ഏറ്റവും സുന്ദരമായി ചെയ്യുക, ഫലം വന്നോളും. കർമ്മഫല സിദ്ധാന്തം പറയുന്നത് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം കർത്താവിൻ്റെ ഭാവിയെ നിർണയിക്കുന്നു. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമെല്ലാം നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നു. നമ്മുടെ ഇന്നാണ് നമ്മുടെ നാളെ, ഇന്നത്തെ നമ്മുടെ കർമ്മമാണ് നമ്മുടെ നാളത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ മഹാഭാഗ്യം നമ്മളുടെ ഇന്നലെ എന്നോ ചെയ്ത പുണ്യതാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം പൂർവ്വകർമ്മ ഫലമാണ് മകനെ. അതുകൊണ്ട് നീ സുഖമായാലും ദുഃഖമായാലും നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാതെ പറ്റില്ല. രണ്ട് കാര്യത്തിൽ നിന്ന് നമുക്കൊരു തരത്തിലും മോചനമില്ല. ഒന്ന് നമ്മുടെ കർമ്മഫലം, രണ്ട് മരണം. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. മനസ്സുകൊണ്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ചെയ്യുന്ന കർമ്മങ്ങൾ ആർക്കും ദോഷം വരാതെ. കാരണം നമ്മളുടെ ഭാരതം നമ്മളെ പഠിപ്പിച്ച ദർശനം, നമ്മളെല്ലാവരും ഒരു ശക്തിയിൽ നിന്ന് വന്നവരാണെന്നാണ്. അതുകൊണ്ടാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പറയുന്നത്. ലോകത്തിലെ സമസ്ത ജീവജാലങ്ങളിലും നിൽക്കുന്ന ചൈതന്യം ഒന്നാണ്. അത് രമണ മഹർഷിയോട് ഒരു ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, ഹൗ ക്യാൻ ഐ ട്രീറ്റ് അതേഴ്സ്? രമണ മഹർഷിയോട് ചോദിക്കുക തിരുവണ്ണാമലയിൽ ചെന്ന്, എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരോട് പെരുമാറേണ്ടത് സ്വാമി? എങ്ങനെ എനിക്ക് മറ്റുള്ളവരൊക്കെ എൻ്റെ മുൻപിൽ വരുന്നുണ്ട്, അവരോടൊക്കെ ഞാൻ എങ്ങനെ പെരുമാറണം? ഹൗ ക്യാൻ ഐ ട്രീറ്റ് അതേഴ്സ്? അതിന് ഉത്തരം, സ്വാമിയുടെ ഉത്തരം, ബിഫിറ്റിംഗ് റിപ്ലൈ എന്ന് നമ്മൾ പറയുന്ന പോലെ, ദർ ആർ നോ അതേഴ്സ്. അങ്ങനെ ആരും ഇല്ലല്ലോ ഇവിടെ കുഞ്ഞെ.
ആരെങ്കിലും നീ തന്നെയല്ലേ? ഇവരൊക്കെ ഈ ഇരിക്കുന്നവരൊക്കെ നീയല്ലേ? നിന്നിലുള്ള അംശമല്ലേ? പിന്നെ അവരൊക്കെ വേറെയെന്ന് നീ എങ്ങനെ സങ്കല്പിക്കണു? സകല ചരാചരങ്ങളിലും നീ ഇല്ലേ കുഞ്ഞേ? എത്ര നല്ല ഒരു ദർശനമാണിത്. ഇതേത് രാജ്യത്തിലുണ്ട് ഇങ്ങനെ ഒരു ദർശനം? ആര് നമുക്ക് പറഞ്ഞു തരുന്നു ഇങ്ങനെ ഒരു കാര്യം? സകല ചരാചരങ്ങളിലും. സന്ധ്യയ്ക്ക് ഞങ്ങളുടെ അമ്മ നാമം ജപിക്കുമ്പോൾ, നമ്മുടെ വീടുകളിൽ പണ്ട് സ്നേഹ കൂട്ടായ്മ ഉണ്ടായിരുന്നു. പണ്ടാട്ടോ, അത് വംശനാശം വന്നു പോയി എന്നാണ് തോന്നണം. ഇപ്പം അതുണ്ടോ? നമ്മളെപ്പോലെയുള്ളവർക്ക് മാത്രമായിട്ട് അത് മാറി. പണ്ടങ്ങനെയല്ല, സകല കുഞ്ഞിക്കുട്ടികൾ, കയ്യിലുള്ള കുട്ടി വരെ വന്നിരിക്കും. മൂത്ത അമ്മൂമ്മ മുതൽ ഏറ്റവും കുഞ്ഞു കുട്ടിയെ വരെ കയ്യിൽ വെച്ചുകൊണ്ട് നാമജപം അങ്ങ് 1 മണിക്കൂറൊക്കെ ഞങ്ങളുടെ വീട്ടിലെ നാമജപം. അപ്പോൾ ഈ നാമം ജപിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ പറയും, ഉറച്ച് ജപിക്കൂ ഗീതേ, മക്കളെ ഉറച്ച് ജപിക്കൂ. കാരണം ഈ പ്രപഞ്ചത്തിൽ, പ്രകൃതിയിൽ എല്ലാവരും കേൾക്കണം. നമ്മുടെ സർപ്പക്കാവിലെ സർപ്പത്താന്മാർ കേൾക്കണം, നമ്മുടെ കുളത്തിലെ മീൻ കേൾക്കണം. ഞങ്ങൾക്ക് വൈക്കത്ത് കുളങ്ങളുണ്ട്, അവിടെ വരാലിനുള്ള മീനൊക്കെ ഉണ്ടാവും. അപ്പോൾ കുളത്തിലെ മീൻ കേൾക്കണം, നമ്മുടെ തൊഴുത്തിലെ നന്ദിനി പശു കേൾക്കണം, നിൻ്റെ മുല്ലയിലെ മുല്ലമൊട്ട് കേൾക്കണം. നോക്കൂ, ധാരാളം മുല്ലച്ചെടികൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പം അതൊക്കെ വിടരണമെങ്കിൽ നിൻ്റെ ഈ നാമജപം. അപ്പം ഇത് എത്ര സുന്ദരമായിട്ട് മനോഹരമായിട്ടാണ് ഈശ്വരൻ ആരാണെന്ന് ഒരു മാതാവ് പറഞ്ഞു തന്നതെന്ന് ഞാൻ ഓർക്കും. എവിടെയെല്ലാം നമ്മൾ ഈശ്വരനെ കാണണം എന്ന്. അപ്പോൾ ഇന്ന് ഈ കുട്ടിയെ അമ്മ പറഞ്ഞു കൊടുക്കണു, ഭഗവാൻ തരും നിനക്കിതിന് ഉത്തരം. എനിക്കറിയില്ല മോനെ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാനും ഇത് അനുഭവിക്കുകയല്ലേ, ഞാനും ഇവിടെ ഈ കൊട്ടാരത്തിലിരിക്കുകയല്ലേ കണ്ണീരും കയ്യുമായി. പക്ഷെ ഒരാൾ നിനക്കിതിന് ഉത്തരം തരും. മഹാദേവനായ മഹാവിഷ്ണു, ഏറ്റവും നീ ആ സർവപ്രപഞ്ചത്തിനെയും നിയന്ത്രിക്കുന്ന മഹാവിഷ്ണുവിനെ നീ ഒന്ന് നാരായണായ, ഓം നമോ നാരായണായ എന്ന് പറഞ്ഞ അമ്മ, അദ്ദേഹത്തെ ഭജിക്കൂ എന്ന് പറഞ്ഞ അമ്മ മരവുരി ഉടിപ്പിച്ച് വിടുകയാണ് 5 വയസ്സുകാരനെ. കണ്ണീരോടുകൂടി യാത്ര അയക്കണേ. എത്ര അമ്മയുടെ ആത്മവിശ്വാസം നിങ്ങൾ ഓർക്കുക, അമ്മയുടെ ആത്മധൈര്യം. ഒരു കുട്ടിയെ കാട്ടിലേക്ക് അല്ലേ ഭഗവാനെ കാണാനായിട്ട് വിടുകയാണ്. എത്ര വിശ്വാസമാണ് ആ കുട്ടിക്ക്. ഭഗവാനുണ്ട്, ഒരിടത്ത് ഭഗവാൻ ഉണ്ടാവും, ഞാൻ ചെന്നാൽ ഭഗവാനെ കാണാൻ പറ്റും, ഞാൻ പ്രാർത്ഥിച്ചാൽ. പ്രാർത്ഥന, ഭക്തി. ഇന്ന് ഭക്തിയാണ് നമുക്ക് ഇന്നത്തെ എല്ലാവരുടെയും, ഞാൻ ആദ്യം പറഞ്ഞ തിരിച്ചറിവില്ലായ്മയുണ്ട് ഈ ലോകത്ത്, വിദ്വേഷമുണ്ട്, ആർക്കും ആരെയും ഒരു ഭയമില്ല. ഭയമുണ്ടോ? എന്ത് തെറ്റ് ചെയ്താലും അതിൽ നിന്നൊക്കെ ഊരി രക്ഷപ്പെടാം. ആരും തന്നെ അതിനൊന്നും ഒരു പ്രശ്നമായിട്ട് എടുക്കുന്നില്ല. എന്ത് തെറ്റ്, സ്വന്തം മാതാപിതാക്കളെ പോലും അല്ലെ മക്കളെ പോലും തിരിച്ച് എല്ലാവരും തമ്മിൽ രക്തബന്ധത്തിന് പോലും ഒരു വില കൽപ്പിക്കാത്ത ഈ സമൂഹത്തിൽ, ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ഈ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക. നീ ഭഗവാനെ പോയി തപസ് ചെയ്ത് പ്രാർത്ഥിക്കൂ, ഭക്തിയോടുകൂടി. ഭക്തി ഉണ്ടാവണം, മനസ്സ് നിറച്ച് ഭഗവാനായിരിക്കണം, വേറെ ചിന്തയൊന്നും പാടില്ല. എൻ്റെ മോൻ പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് യാത്രയാക്കിയ അമ്മ. കുട്ടി നടന്നു പോയപ്പോൾ നാരദ മഹർഷി വന്നു. കുട്ടി എങ്ങോട്ടാ പോണേ? ഈ കൊച്ചുകുട്ടി ഉടനെ പറഞ്ഞു, ഞാൻ ഭഗവാനെ കാണാൻ പോകണം. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള അപമാനം ഉണ്ടായി മഹാത്മാവേ, എൻ്റെ ഇളയമ്മ എന്നെ അപമാനിച്ചു. എന്നിൽ ക്ഷത്രവീര്യല്ലേ, ക്ഷത്രവീര്യം എന്നിലുണ്ട്, രജോ ഗുണം എന്നിലുണ്ട്. എനിക്ക് ഈ അപമാനം സഹിക്കുന്നില്ല. എൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കാൻ എനിക്ക് അവകാശമില്ല എന്ന് കുട്ടി പറയണ വാക്കുകളാണ്. ഉടനെ നാരദ, ഈ അപമാനവും ബഹുമാനവും ഒക്കെ തിരിച്ചറിയാനുള്ള പ്രായമായോ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് നാരദർ. ഈ അപമാനം എന്താ, ബഹുമാനം എന്താ, ഇതൊക്കെ നിനക്ക് അറിയോ കുട്ടി? പക്ഷെ കുട്ടി പറഞ്ഞു, എനിക്ക് അപമാനത്തിൽ നിന്ന് രക്ഷ നേടണം. എനിക്ക് എൻ്റെ അച്ഛനെക്കാട്ടിലും എൻ്റെ അപ്പൂപ്പനെക്കാട്ടിലും എൻ്റെ പിതാമഹന്മാരെക്കാട്ടിലും ഒക്കെ ഉയർന്ന സ്ഥാനത്ത് പോകണം. എനിക്ക് എൻ്റെ അച്ഛൻ്റെ മടി മാത്രമല്ല ആഗ്രഹം. കുട്ടിക്ക് അച്ഛൻ്റെ മടിയിലിരിക്കാൻ വേണ്ടി മാത്രമല്ല തപസ് ചെയ്തത്. ആ സിംഹാസനവും മാത്രം പോരാ, എനിക്കതിലൊക്കെ ഉയർന്ന ഒരു സ്ഥാനം. ആ ലക്ഷ്യം നോക്കൂ, കുട്ടിയുടെ ലക്ഷ്യം എന്താണ്? വളരെ ഉയർന്ന നിലയിൽ ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു ആ അമ്മ. ഭഗവാനെ തപസ് ചെയ്താൽ നീ ആഗ്രഹിക്കുന്നത് കിട്ടും. ഈശ്വരനെ നീ ഭജിക്കൂ. ഒന്ന് ഈശ്വര ചിന്ത ഉണ്ടാവണ്ടേ ഇന്നത്തെ തലമുറയ്ക്ക്? ഒരു ഭയം, ഈശ്വരനെ അല്ല ഭയക്കണ്ടേ, നമ്മളെ ഭയന്നാൽ മതി. ഞാൻ ക്ലാസ്സിൽ കുട്ടികളോടും അതും പറയാറുണ്ട്. നമ്മളെ ഒന്ന് ഭയക്കുക. നിങ്ങൾ വേറൊരാളെ ഭയക്കുക. അച്ഛനെ അമ്മയൊന്നും ഭയന്നില്ലേലും
നമ്മളെ ഒന്ന് ഭയക്കുക. നമ്മളൊരു തെറ്റിലേക്ക് പോകുമ്പോൾ ഒന്നൊരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഒരു മനസ്സാക്ഷിയില്ലേ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണ്, ഈ ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടായാൽ മതി. അവനവനെ ഭയക്കാൻ നിങ്ങൾ ശീലിക്കുക, അല്ലാതെ വേറൊരാളെ ഭയന്നല്ല. നിർഭയത്വത്തോടുകൂടി മുൻപോട്ട് പോകാനാണ് നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത്. നിർഭയനായി പോകുക, ഭയം വേണ്ട, പാറ പോലെ ഉറച്ചു നിൽക്കുക. പക്ഷേ നിന്നെ നീ ഭയക്കണം. നീ അധർമ്മത്തിൻ്റെ പാതയിലേക്ക് പോകരുത്, നീ തെറ്റിലേക്ക് പോകരുത് മകനെ. അതുപോലെ തന്നെയാണ് ഇവിടെ നാരദർ പറയാവുന്ന മഹർഷി പറയാവുന്നത് മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ട്, ഈ കുട്ടി നിനക്ക് കൊച്ചുകുട്ടിയാണ്, നിനക്കിതിനുള്ള പ്രായമായില്ല, എത്രയോ പേര് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചിട്ട് കിട്ടാതെ പോയിരിക്കണം. നീ എന്ത് ഭാവിച്ചാ കുട്ടി? ഒന്നും സംഭവിച്ചില്ല. എനിക്ക് ഭഗവാനെ കാണണം, എനിക്ക് ഭഗവാനോട് എൻ്റെ ദുഃഖം പറയണം, എൻ്റെ ആഗ്രഹം പറയണം, എൻ്റെ ലക്ഷ്യം പറയണം. നാരദർ അവസാനം തോൽവി സമ്മതിച്ചു, കുട്ടിയെ അനുഗ്രഹിച്ചു, തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. കുട്ടി മഹാത്മാവിൻ്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചു. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ മാതൃകയാക്കേണ്ടതാ. അച്ഛൻ്റെ അമ്മയുടെയും പാദങ്ങളിൽ ഒന്ന് തൊട്ട് നമസ്കരിക്കുക. നമ്മളുടെ മുതിർന്നവരെ ഒന്ന് പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുക. അതുകൊണ്ടൊരു ദോഷമൊന്നും നമുക്ക് സംഭവിക്കില്ല, നമുക്ക് നന്മയേ ഉണ്ടാവുള്ളൂ. നമ്മൾ അങ്ങനെ ആരുടെയെങ്കിലും മുമ്പിൽ വെച്ചോ കാലയെ തൊട്ട്, ഇത് കാലയെ തൊട്ട് വരുമ്പോൾ ഇപ്പം വിവാഹ മണ്ഡപത്തിൽ പോലും നമ്മൾ കാണും മുട്ടുവരെ കൈ പോവുകയുള്ളൂ. അല്ല, കാല് തൊട്ട് തൊഴണമെന്ന് ഞാൻ പറയും. അച്ഛൻ്റെ അമ്മയുടെയും പാദങ്ങളിൽ പിടിച്ചുകൊണ്ട് എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണേ, ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് അമ്മേ അച്ഛ എന്ന് പറയണമെന്ന് ഞാൻ പറയാറുണ്ട് കുട്ടികളോട്. വിവാഹ സമയത്ത് പാദങ്ങളിൽ തൊടണം. അപ്പോൾ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചിട്ട്, അപ്പോൾ എങ്ങനെയാണ്, എവിടെയാണ് ഞാൻ ഭഗവാനെ കാണുക, എവിടെ പോകണം? 5 വയസ്സല്ലേ ആയുള്ളൂ, കാടല്ലേ, കൊടും കാട്. ഉടനെ പറഞ്ഞു, ഇവിടെ അടുത്ത് യമുനാ നദിയുടെ അടുത്ത് മധുവനം എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. മധുവനത്തിൽ നീ അങ്ങോട്ട് പോയി, അവിടെ പോയി എന്നിട്ട് മന്ത്രവും പറഞ്ഞു കൊടുത്തു. മൂലമന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ പറഞ്ഞു കൊടുത്ത് നീ അങ്ങോട്ട് പോകുക. എന്നിട്ട് അവിടെ ഇരുന്ന് നീ തപസ് ചെയ്യുക, നീ പ്രാർത്ഥിക്കുക. അങ്ങനെ ഉപവാസമെടുത്ത് ആദ്യത്തെ മാസം 3 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ പഴങ്ങൾ കഴിച്ചു. 2-ാമത്തെ മാസം 6 ദിവസം കൂടുമ്പോൾ ഉണങ്ങിയ ഇലകൾ കഴിച്ചു. 3-ാമത്തെ മാസം 9 ദിവസം കൂടുമ്പോൾ കുറച്ച് വെള്ളം കുടിച്ചു. അടുത്ത 4-ാം മാസം മുതൽ 12 ദിവസം കൂടുമ്പം വായു ശ്വസിച്ചു. പിന്നീട് അങ്ങോട്ട് അതും ഇല്ലാതായി. 6-ാം മാസം ആയപ്പോഴത്തേക്ക് ഭൂമി നിശ്ചലമായി. ശ്വാസം കിട്ടാതെ ദേവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു, മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നു. സ്വാമി, കുട്ടി ഇങ്ങനെ ശ്വാസം പോലും എടുക്കാതെ ഒറ്റക്കാലിൽ തപസ്സാണ്. പെട്ടെന്ന് ഗരുഡോപരി വിഷ്ണു ഗരുഡൻ്റെ പുറത്ത് കയറി ഭഗവാൻ അവിടെ എത്തി. കുട്ടിയെ വിളിച്ചു. കുട്ടി കണ്ണു തുറന്നില്ല. എന്നെ പലരും ഇങ്ങനെ വിളിക്കുന്നു ഭഗവാനാന്ന് പറഞ്ഞ്, എനിക്ക് പറ്റിക്കൽ, എന്നെ പറ്റിച്ചു പലരും. ഞാൻ കണ്ണ് തുറക്കില്ല ഭഗവാനെ. ഭഗവാൻ സർവവ്യാപിയാണ്, സർവജ്ഞനാണ്, സർവശക്തനാണ്. കുട്ടി പറഞ്ഞതാ. അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ അകക്കണ്ണിൽ ഒന്ന് വരുമോ? ഒരു കുഞ്ഞ് ആവശ്യപ്പെടുകയാണ്, എൻ്റെ അകക്കണ്ണിൽ ഒന്ന് പ്രത്യക്ഷപ്പെടുമെങ്കിൽ എനിക്ക് എന്നെ പറ്റിച്ചു ഒത്തിരി പേര്. കുട്ടിയുടെ അകക്കണ്ണിൽ ഭഗവാൻ വന്നു. കുട്ടി കണ്ണ് തുറന്നു. കുട്ടിക്ക് എന്താ കണ്ണീരിൽ ഒഴുകുക ഭഗവാനെ കണ്ടപ്പം. പാദ നമസ്കാരം ചെയ്ത് മിണ്ടാൻ പറ്റണില്ല. കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് പാഞ്ചജന്യം കൊണ്ട് ഒരു ശംഖ് കൊണ്ടൊന്ന് കവിളിൽ തൊട്ടു. ശബ്ദത്തിൻ്റെ ആ ശംഖ് പാഞ്ചജന്യം കൊണ്ടൊന്ന് തൊട്ടപ്പോൾ കുട്ടിക്ക് സംസാരിക്കാൻ ഉള്ള കഴിവ് കിട്ടി. കുട്ടി സംസാരിച്ചു, സ്തുതിച്ചു. സംസാരം ഭഗവാനെ സ്തുതിച്ചു. ധ്രുവൻ്റെ സ്തുതി. ആ ഭഗവാനെ സ്തുതിച്ച് ഭഗവാൻ അനുഗ്രഹം കൊടുത്തു. അനുഗ്രഹം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് എന്നെന്നും വഴികാട്ടിയായി നിൽക്കുന്ന ധ്രുവ പദവി, സകല നക്ഷത്രങ്ങളും താരകളും ഇടയുമൊക്കെ രാശിചക്രത്തിൻ്റെ കേന്ദ്രസ്ഥാനമായ ധ്രുവ പദവി, തേജോമയമായ ധ്രുവ പദവി, കൽപ്പകാലം വരെ ആയുസ്സുള്ളവർക്ക് പോലും അപ്രാപ്യമായ ധ്രുവ പദവി, ആരും ഇന്നുവരെ ചെന്നിട്ടില്ലാത്ത ഭഗവാന്റെ സാന്നിധ്യമുള്ള ധ്രുവ പദവി നൽകി ഭഗവാൻ അനുഗ്രഹിച്ചു.
നോക്കൂ, എന്നിട്ട് ഭൗതികമായിട്ടുള്ള അനുഗ്രഹം കൊടുത്തു, നീ തിരിച്ചു പോകണം, ആ സിംഹാസനം നിനക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്. 36,000 വർഷമാണ് ധ്രുവൻ ഭരിച്ചത്. ഉത്താനപാദൻ്റെ മരണശേഷം സുനീതിയുടെ മകനും കാട്ടിൽ മരിച്ചു. മകൻ മരിച്ചതറിഞ്ഞ് സുനീതി പോയി, സുനീതിയല്ല സുരുചിയും മകൻ ഉത്തമനും കാട്ടിൽ വെച്ച് മരണപ്പെടുമായിരുന്നു. തീയിൽ, അഗ്നിയിലാണ്. അങ്ങനെ ആ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് ധ്രുവൻ രാജാവായി. ഏതാണ്ട് 36,000 വർഷം ഭരിച്ചിട്ടാണ് അവസാനം ധ്രുവ പദവിയിലേക്കെത്തി നമുക്കെന്നെന്നും വെളിച്ചം കാട്ടിത്തന്ന് വഴികാട്ടിയായി മാറിയ ധ്രുവൻ്റെ കഥ നമ്മുടെ കുട്ടികൾ പഠിക്കണം. മൂന്നാമത്തെ കുട്ടി പ്രഹ്ലാദനാണ്. പ്രഹ്ലാദൻ്റെ കഥ എല്ലാവർക്കും ഇന്നലെ ഇവിടെ നരസിംഹ അവതാരം പറഞ്ഞു. എന്താണല്ലേ നരസിംഹ അവതാരത്തിൽ നമ്മൾ പറയുന്ന പ്രാർത്ഥന, പ്രഹ്ലാദ സ്തുതി നമ്മുടെ കുട്ടികൾ പഠിക്കണം. ദുർജടിം ലോകൈകനാഥം നരസിംഹം ആർജവ വീര്യ പരാക്രമ വാരിധിം അഗ്നിനേത്രാലോക. നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കണം. ഭഗവാൻ എൻ്റെ മുമ്പിൽ ഇന്ന് എന്നെ രക്ഷിപ്പതിനായിട്ട് ദൈവമേ, അന്നന്നിവണ്ണം ഭവിക്കുന്ന സങ്കടം ഒന്നൊന്നേ തീർത്ത് ലോകങ്ങൾ പാലിപ്പാൻ ഇത്ര കാരുണ്യം കലർന്നവരാരും മറ്റിത്ര ലോകത്തിങ്കൽ നാഥ. ഇങ്ങനെയുള്ളവരുണ്ടോ? നരസിംഹവേഷം ധരിച്ചത് എന്നെ രക്ഷിക്കാനല്ലേ ഭഗവാനെ, ഹിരണ്യകശിപുവിനെ കൊല്ലാനല്ല. നരസിംഹസ്വാമി അവതരിച്ചത് അവിടെ നിന്ന് പറഞ്ഞു, മഹാവിഷ്ണു കാണുന്നുണ്ട് ഈ ദ്രോഹം മുഴുവനും കുട്ടിയെ ഇട്ട് ഈ അച്ഛൻ ചെയ്യുന്ന ദ്രോഹമെല്ലാം. എൻ്റെ പരമഭക്തനായ പ്രഹ്ലാദനെ ദ്രോഹിക്കുന്നത് കാണുന്നുണ്ട്. ഇനിയും ഞാനിത് സഹിക്കില്ല. എൻ്റെ കുട്ടിയെ, എൻ്റെ ഭക്തനെ ഇങ്ങനെ ദ്രോഹിക്കുന്നവനെ ഞാൻ വെറുതെ വിടുകയില്ല എന്ന് പറഞ്ഞ് നരസിംഹ അവതാരമെടുത്ത്, അതിൻ്റെ കഥയൊക്കെ എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഞാനത് വീണ്ടും, നരസിംഹ അവതാരത്തിൻ്റെ ആ അവതാരമെടുത്ത് തൂണിലും തുരുമ്പിലും നിൻ്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുമ്പോൾ തൂണിലും തുരുമ്പിലും ഉണ്ട് അച്ഛാ എന്ന് പറയാനുള്ള ശക്തി കിട്ടിയ കുട്ടി. അച്ഛൻ ഈ 3 ലോകങ്ങളെയും വിറപ്പിച്ച് നടക്കുകയല്ലേ, പക്ഷെ അച്ഛൻ്റെ മനസ്സിനെ അച്ഛൻ അടക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനുള്ള ആർജവമുള്ള കുട്ടി. ഈ അച്ഛൻ ഈ സകല ലോകങ്ങളെയും വിറപ്പിച്ച് നിർത്തുന്നതിൻ്റെ ഉള്ളിലുള്ള ശക്തി എന്താണോ, ആ ശക്തി എന്താ അച്ഛന് കിട്ടുന്നത്? ഏത് ശക്തിയിൽ നിന്നാണ് ഈ ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ വിറപ്പിച്ച് നിർത്തുന്നത്? ആ ശക്തി തന്നെയാണ് അച്ഛൻ്റെ മുമ്പിൽ നിർഭയനായിട്ട് നിൽക്കുവാൻ എനിക്ക് ശക്തി നൽകുന്നത്. ഇത്ര നല്ലൊരു കാര്യമാണ് ആ കുട്ടി പറഞ്ഞത്. അച്ഛനെ ഇങ്ങനെയാക്കിയ ആൾ തന്നെയാണ് എന്നെ നിർഭയനാക്കിയതും, ഈ വിറക്കാതെ ഞാനിവിടെ നിൽക്കുന്നത്. ഇത്രയൊക്കെ ഈ നരസിംഹസ്വാമിയെ കണ്ടാൽ, നമ്മളിപ്പോൾ ചില സപ്താഹത്തിലൊക്കെ നരസിംഹ അവതാരം ശരിക്കും കാണിക്കുമ്പോൾ നമുക്ക് ഭയമാകും. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നരസിംഹ വർണ്ണന തന്നെ നമ്മൾക്ക് വളരെ ഭയം തോന്നിക്കുന്നതാണ് കുട്ടികൾക്കുമൊക്കെ. അങ്ങനെയുള്ള ഒരു നരസിംഹമായിട്ട് വന്നത് തൻ്റെ ഭക്തനെ രക്ഷിക്കാനായിട്ടാണ്. അല്ലാതെ അതിൻ്റെ കൂടെ അതിൻ്റെ കാരണം ഹിരണ്യകശിപുവിൻ്റെ മരണം. പക്ഷെ തൻ്റെ ഭക്തൻ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഭക്തി എത്രമാത്രമുണ്ടോ അത്രമാത്രം ഭഗവാൻ നമ്മളുടെ കൂടെയുണ്ട്. അല്ല കൂടുതൽ വലിയ വഴിപാട് കഴിച്ച് അവരെ ഭഗവാൻ നോക്കും, അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ഭക്തി, നിറഞ്ഞ ഭക്തി, ഒരു നാമം, പൂന്താനം സ്വാമി പറഞ്ഞിട്ടുള്ള, നിങ്ങളൊന്ന് നാമം ജപിച്ചാൽ മതി, പുണ്യം ഉണ്ടാവും. ഈ കലികാലത്ത് നാമം ജപിക്കൂ. നിങ്ങൾ കുട്ടികളെയൊക്കെ കൂട്ടിയിരുത്തി ഒന്ന് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നൊന്ന് നമുക്ക് സന്ധ്യയ്ക്കൊന്ന് ജപിച്ചു നോക്കൂ. നമ്മുടെ വീട്ടിൽ വരുന്ന സമാധാനം. ഇങ്ങനെ ഒരു 10 മിനിറ്റ് കുറച്ച് നാമങ്ങൾ നമ്മൾ ജപിച്ച് നമ്മുടെ കുട്ടികളെ ഒരു ഈശ്വരനിലേക്ക് അടുപ്പിക്കുവാനുള്ള മാർഗം ഇങ്ങനെയുള്ള. ഇപ്പോൾ കുട്ടികൾക്ക് അവധിയാണ്. തീർച്ചയായിട്ടും ഓർത്തു ഇത്തവണ ഈ ഡിസംബർ അവധിക്കായതുകൊണ്ട് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവും. കുറച്ച് കുട്ടികളെയെങ്കിലും നമ്മളിവിടെ കാണും. പ്രത്യേകിച്ച് ഈ നോട്ടീസിൽ ടോപ്പിക്ക് കാണുമ്പം
ഒരു ധ്രുവനെക്കുറിച്ചുള്ള കഥയാണല്ലോ, ഇല്ലേ പ്രഹ്ലാദനെക്കുറിച്ച് കഥയാണല്ലോ, ഇല്ലെങ്കിൽ ആരാണ് നചികേതസ് എന്നറിയുവാനുള്ള ആകാംക്ഷയെങ്കിലും കുഞ്ഞുങ്ങളിൽ ഉണ്ടാവും എന്ന് ഞാൻ ഓർത്തു. അപ്പം അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ എങ്ങനെ ഭക്തി മാർഗത്തിലേക്ക്, ഇപ്പോൾ പ്രഹ്ലാദസ്വാമി അടുത്തേക്ക് ചെന്ന് ധ്രുവൻ്റെ വരം നമ്മൾ, അനുഗ്രഹം നമ്മൾ കണ്ടു, ധ്രുവ പദവി. നചികേതസ് കിട്ടിയ വരവും നമ്മൾ കണ്ടു. അച്ഛനും അമ്മയും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഉറങ്ങണം. പ്രഹ്ലാദൻ്റെ അനുഗ്രഹം വരം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. പ്രഹ്ലാദസ്വാമിയോട് ചോദിക്കേണ്ടത്, എനിക്ക് എന്ത് വരം വേണ്ട? പ്രഹ്ലാദൻ സ്തുതിച്ചു, ഭഗവാനെ സ്തുതിച്ച് ഏതൊക്കെ വിധത്തിലാണ് ഭക്തി. ഇപ്പം ഇവിടെ തന്നെ ഭക്തി പറഞ്ഞു, പ്രഹ്ലാദൻ പറഞ്ഞിട്ടുള്ള ഭക്തിയെക്കുറിച്ചൊക്കെ ഇവിടെ അശോകൻ സാറും പറഞ്ഞു. ഭക്തി എത്ര വിധം, എങ്ങനെ ഭഗവാനെ സേവിക്കണം, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം നിനക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ട കുട്ടി? അപ്പോഴൊക്കെ ഈ കുട്ടി പറയുന്നുണ്ട്, എന്നെ ഈ ലോകത്തെ കാര്യങ്ങൾ എന്നെ ചുറ്റിപ്പിടിക്കുകയാണ് എന്നെ ഇതെല്ലാം. ഈ ഭൗതികപരമായ കാര്യങ്ങൾ സുഖം തരുന്നവയാണെങ്കിൽ പോലും അത് ദുഃഖത്തിലേക്കാണ് പോണേ. എവിടെയാണ് എനിക്കൊരു സമാധാനം ഭഗവാനെ? എന്ത് തന്നാലും സത്യമല്ലേ, നമ്മുടെ ജീവിതത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ, ഭൗതിക പരിസരം നമുക്ക് നൈമിഷികമായ സുഖമേ തരുന്നുള്ളൂ. നമുക്ക് തരുന്നത് നമുക്ക് ആത്മീയപരമായ ആധ്യാത്മികപരമായ അറിവ് നേടുമ്പോഴാണ് നമ്മൾക്ക് സന്തോഷം, ഇല്ലെങ്കിൽ അനുഗ്രഹം, ബ്ലിസ് എന്ന് നമ്മൾ പറയില്ലേ, ആനന്ദം. സന്തോഷമൊക്കെ പ്ലഷറാണ്. പ്ലഷർ എന്നൊക്കെ പറഞ്ഞാൽ നൈമിഷികമാണ്, കുറച്ച് കഴിയുമ്പോൾ അത് പോകും. ഈ ഭൗതിക സുഖങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നേടുന്ന സകല സുഖങ്ങളും നൈമിഷികങ്ങളാണ്. അപ്പം അതൊക്കെ നമുക്ക് ഈ ഭൗതികപരമായി നമ്മൾ നേടുന്ന സുഖങ്ങളല്ല. എനിക്കതല്ല ഭഗവാന് വേണ്ട, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് അങ്ങയുടെ ദാസനായാൽ മതി. ഒരു കുട്ടിയോട് ചോദിക്കുക, 10 വയസ്സിൽ താഴെയുള്ള കുട്ടിയോട് നീ എന്തും ചോദിക്കൂ, നിനക്ക് ഞാൻ തരാമെന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് മുമ്പിൽ വന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുകയാണ്, എനിക്കൊന്നും വേണ്ട ഭഗവാനെ, അങ്ങയുടെ ദാസനാകുക, എന്നെ എടുക്കുമോ? ആലോചിക്കൂ, ദാസനാക്കൂ. അത് ഭഗവാൻ അവസാനം അത് സമ്മതിച്ചു. അത് കഴിഞ്ഞോ പിന്നീട് പറഞ്ഞ, കാരണം ദാസൻ എന്ന് പറഞ്ഞാൽ ദേവന്മാർ പോലും സംവാദം നടത്തുന്ന, ഭക്തിയെക്കുറിച്ച് സംവാദം നടത്തുന്ന സദസ്സുകളിൽ ഈ അസുര ചക്രവർത്തിയായ പ്രഹ്ലാദനെയാണ് മാതൃകയായിട്ട് കാട്ടുന്നത്. ഭക്തിക്ക് മാതൃക ആര്? പ്രഹ്ലാദൻ. ദേവന്മാർ പോലും. അപ്പം ആ ഒരു അനുഗ്രഹം കിട്ടി. ഇനി എന്താ വേണ്ടേ? ഇനി നോക്കൂ, ഇവിടെയാണ് നമ്മൾ നചികേതസിനെയും പ്രഹ്ലാദനെയും ഒന്ന് പഠിക്കേണ്ടത്. രണ്ടുപേരും അച്ഛന് അനുഗ്രഹം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ, നചികേതസ് പറയല്ലേ, എൻ്റെ അച്ഛൻ എന്നെ തിരിച്ചറിയണം, തിരിച്ചു ചെല്ലുമ്പം അച്ഛൻ സമാധാനമായിട്ട് ഉറങ്ങണം ഭഗവാനെ. അച്ഛൻ ദേഷ്യപ്പെട്ട് പറഞ്ഞാണ് യമന് കൊടുക്കണം, എന്നിട്ട് പോലും കുട്ടിക്ക് അച്ഛനോട് കരുണ. അതിലും വലിയ കരുണയാണ് പ്രഹ്ലാദസ്വാമി കാട്ടുന്നത്. പ്രഹ്ലാദസ്വാമി പറഞ്ഞു, ഭഗവാനെ, എൻ്റെ അച്ഛൻ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങയോട് ദേഷ്യപ്പെട്ടത്. അച്ഛൻ അറിവില്ല, അതുകൊണ്ടാണ് ഈ കുട്ടികളെയും ഞങ്ങളെയൊക്കെ ദേഷ്യപ്പെട്ടത്. അതങ്ങ് അച്ഛനെ ക്ഷമിച്ചിട്ട് അച്ഛന് മോക്ഷം കൊടുക്കണം. ഒരു കുട്ടി ആവശ്യപ്പെട്ട ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെയ്യാവുന്ന ദ്രോഹം മുഴുവനും ഹിരണ്യകശിപു ചെയ്തതാണ്. അതൊക്കെ പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്ന് ചോര വരും. കുട്ടിയെ എന്തൊക്കെ ചെയ്തു ആലോചിച്ച് നോക്കൂ. അതിലൊക്കെ കുട്ടി അവിടെയൊക്കെ ദൃഢചിത്തനായിട്ട് നിന്നിട്ട്, എനിക്ക് ഒന്നും സംഭവിക്കില്ല, എൻ്റെ സ്വാമി എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം, ഇതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മളെ ഭഗവാൻ കാത്തുകൊള്ളും. എന്നുവെച്ച് നമ്മൾക്കൊരു ദുഃഖവും വരാതെ ആണോ? സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ. സുഖമില്ലാതെ ദുഃഖമില്ല, ദുഃഖമില്ലാതെ സുഖമില്ല. നമുക്കിത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. സുഖം ഉണ്ടെങ്കിലല്ലേ ദുഃഖത്തിനെക്കുറിച്ച് അറിയാം. ദുഃഖം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആ സുഖത്തിനെക്കുറിച്ച് അറിയണത്. ഇപ്പം നമ്മളൊക്കെ ഇവിടെ 2 കൈയും 2 കാലും ചെവിയും കണ്ണും ഒക്കെ വെച്ച് നമ്മളിത് കേൾക്കുകയാണ്. ഇതൊന്നും ഇല്ലാത്തവർ, ഞാൻ ആദ്യം പറഞ്ഞ വരെ എത്രയോ പേരിന്ന് ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എത്ര പേരാണ് ഈ ഓരോ ആശുപത്രികളിലും ഓരോ മെൻ്റൽ അസൈലമിലും ഒക്കെ കിടക്കുന്നവർ.
ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര ഭാഗ്യം ചെയ്തൊരാ. ഭഗവാൻ നമുക്കിവിടെ ഇരിക്കാനുള്ള അനുഗ്രഹം തന്നില്ലേ, കാണാനുള്ള അനുഗ്രഹം തന്നില്ലേ. അപ്പം അച്ഛൻ പാപം ചെയ്തിട്ടുണ്ട് ഭഗവാനെ, എങ്കിലും അത് ക്ഷമിക്കൂ, എന്നിട്ട് എൻ്റെ അച്ഛനെ മോക്ഷം കൊടുക്കണം. അതിൻ്റെ ഭഗവാന്റെ മറുപടി എന്താണ്? കുട്ടി, നീ ഈ വംശത്തിൽ ജനിച്ചതുകൊണ്ട്, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. കുട്ടി, നീ ഈ വംശത്തിൽ ജനിച്ചതുകൊണ്ട് നിന്റെ 21 വംശത്തിന് മോക്ഷം ലഭിച്ചിരിക്കുന്നു. 21 തലമുറയിൽപ്പെട്ട സകലർക്കും മോക്ഷം ഞാൻ കൊടുത്തിരിക്കുന്നു. ഒരു കുട്ടി കാരണം, നമ്മുടെ കുട്ടികൾ കാരണം നമ്മുടെ തല ഉയർത്തി നിൽക്കണമെന്ന് ഞാൻ കുട്ടികളോട് പറയും. നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരു അധ്യാപിക ആയതുകൊണ്ടാണ് എൻ്റെ മുൻപിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും തലയും കുനിച്ചു വന്ന് നിൽക്കാൻ നിങ്ങൾ ഇടവരുത്തരുത്. തല നിവർത്തിപ്പിടിച്ച് നിൽക്കണം. ഇപ്പോൾ ഫസ്റ്റ് റാങ്കോ ഫുൾ A+ ഒന്നും അല്ല, നല്ല കുട്ടികളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വരണം. മനുഷ്യക്കുട്ടികളായിട്ട് മനുഷ്യത്വം ഉണ്ടാവണം, അവരിൽ സ്നേഹം ഉണ്ടാവണം, ദയ ഉണ്ടാവണം, ആർദ്രത ഉണ്ടാവണം. തൻ്റെ കൂട്ടത്തിലുള്ളവരെ എങ്ങനെ കരുതണമെന്ന്, ശത്രുക്കളായിട്ടല്ലാതെ അവനെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചെറിയ തെറ്റിന്. ഇനി ഞാൻ നിസ്സാര കാര്യം, ഞാൻ അമ്പലത്തിൽ നിന്നപ്പോൾ നിസ്സാര കാര്യം, കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾക്കുമുണ്ട് നമ്മളിൽ അഹം എന്ന ഭാവം. ഷഡ്വൈരികളിൽ നമ്മൾ പറയില്ലേ, കാമ, ക്രോധ, ലോഭ, മോഹ, മതം, മാത്സര്യം. മതം, ഞാനാണ് എല്ലാം. ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ ഭഗവാനെ ഉണ്ണിക്കണ്ണനെ ഒന്ന് കാണാൻ പോയി. ഇന്ന് ഗജേന്ദ്ര മോക്ഷമായിരുന്നു. അപ്പോൾ കാണാൻ ക്യൂവിൽ നിന്നപ്പോൾ ഇങ്ങനെ വട്ടം ചുറ്റി വന്ന അയ്യപ്പൻ്റെ അവിടുത്തെ നിന്ന് അപ്പുറത്തുനിന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ വെയിലാണ്. നമ്മളൊക്കെ ഇത്തിരി പ്രായമായവരുണ്ട്, ഈ ക്യൂവിൽ നിന്ന് മാറി ആ തണലത്ത് നിന്നു. ഞങ്ങളുടെ മോൾ ആ വെയിലത്ത് തന്നെ നിന്നു, ഞങ്ങളുടെ ക്യൂ തെറ്റിക്കാതെ. അപ്പോൾ ഈ ക്യൂവിൻ്റെ മുമ്പിൽ തണലത്തേക്ക് ചെല്ലുമ്പോൾ നല്ല ഗ്യാപ്പാണ്. അപ്പോൾ അവിടെ 3-4 പേര് സ്ത്രീകൾ നിന്ന് വർത്താനം പറയണം, എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ അവരുടെ അടുത്ത് നിന്ന്, ഒന്ന് ഇത്തിരി നിങ്ങൾ മുമ്പോട്ട് ഇത്തിരി ചേർന്ന് നിൽക്കൂ, നോക്കൂ എത്ര വലിയ വെയിലാണ് പുറകിൽ. അവർ വെയിലത്ത് നിൽക്കുക, അത്രയും മുമ്പോട്ടാട്ടെ. അവർക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വളരെ സമാധാനത്തിലും സ്നേഹത്തിലുമാണ് അവരോട് പറഞ്ഞത്, ആ വെയിലത്ത് നിൽക്കുന്നവർ കുറച്ച് പേര് മുമ്പോട്ട് വരുമല്ലോ, ഇവിടെ ഇത്രയും ഗ്യാപ്പ് തണലത്ത് കിടക്കണു. അവർക്കത് ഇഷ്ടപ്പെടാതെ എന്നെ വല്ലാതെ അവരുടെ അടുത്ത് നിന്നവരോട്, അടുത്ത് പുറകിൽ നിന്നവരുടെ മുമ്പ് എന്താണ്ടൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, നമ്മളിൽ ആർക്കും സഹിഷ്ണുതയില്ല, ക്ഷമയില്ല, അഹമെന്ന ഭാവമാണ്. നീ ആരാ ഇവിടെ പറയാൻ? എൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല, ബാഡ്ജൊന്നും ഇല്ലായിരുന്നു, അവിടുത്തെ ഓഫീസ് സ്റ്റാഫൊന്നും അല്ല ഞാനെന്ന് അവർക്ക് മനസ്സിലായി. ഞാനും ക്യൂവിൽ നിൽക്കുക. നിങ്ങളാരാ എന്നോട് ഇത് പറയാൻ നീങ്ങി നിൽക്കാൻ എന്നുള്ളത്? ഞാൻ നീങ്ങി നിൽക്കാമല്ല, ആ പുറകിൽ വെയിൽ കൊള്ളുന്നവരെ നമുക്ക് കുറച്ച് പേരെ മുമ്പോട്ടാക്കാമല്ലോ. അങ്ങനെ ഒരു ദയ നമ്മളിൽ ഉണ്ടാവണ്ടേ, ഒരു ആർദ്രത ഉണ്ടാവണ്ടേ? അതില്ലാതെ നമ്മൾ ഇതൊക്കെ കേട്ടിട്ട് എന്ത് പ്രയോജന? നമ്മളുടെ അഹങ്കാരം കുറയല്ലേ വേണ്ട, അടിച്ചമർത്തുക അഹങ്കാരത്തിനെ. എന്തുകൊണ്ട് നമ്മൾ അഹങ്കരിക്കുന്നു? ഒരു സെക്കൻഡ് മതി. എത്ര വലിയ വരങ്ങൾ നേടിയ ഹിരണ്യകശിപു എന്തൊക്കെ വരങ്ങളാണ് നേടിയത് ഭഗവാൻ ബ്രഹ്മാവിൽ നിന്ന്. ആരും ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ആരും എന്നെ കൊല്ലരുത്, ആകാശത്ത് വെച്ച് കൊല്ലരുത്, ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, ആയുധങ്ങൾ വെച്ച് കൊല്ലരുത്, എനിക്ക് മരണമേ പാടില്ല. എന്തെല്ലാം വരങ്ങളായിരുന്നു നോക്കൂ. ഒരു സെക്കൻഡ് കൊണ്ട് ഭഗവാൻ ആ അഹംഭാവത്തിനെ നിശേഷം തവിടുപൊടിയാക്കി തൻ്റെ മടിയിലേക്ക് കിടത്തി കുടൽമാല വലിച്ച് എടുത്ത് ദൂരേക്ക് എറിയായിരുന്നു. നമ്മളെ കാട്ടിത്തരികയാണ് എന്നിലുള്ള അഹങ്കാരത്തിനെ മാറ്റുക. അപ്പം ഇത്രയും അഹങ്കാരം, അപ്പം ഇത് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. നമ്മുടെ കുട്ടികളെ മാതൃകയാക്കുമ്പോൾ നമ്മളും കൂടി കുറച്ചൊന്നൊരു ആത്മപരിശോധന നടത്തുക. രാവണൻ എന്തുകൊണ്ടാണ് രാവണനെ നമ്മളൊരു കഥാപാത്രം, രാവണൻ എന്ന് പറഞ്ഞാൽ 10 തല 10 PhD ആണ്. രാവണനെ പോലെ ഒരു ശിവഭക്തൻ, മഹാദേവ ഭക്തൻ വേറെ ആരുണ്ട്? രാവണനെ പോലെ സുന്ദരൻ ആരുണ്ട്? രാവണനെ പോലെ കോടീശ്വരൻ ആരുണ്ട്? ആയുധകലകളിൽ മിടുക്കൻ, ആയോധന കലകളിൽ നല്ല ഭരണാധികാരി. രാവണൻ്റെ ഗുണങ്ങൾ എത്രയാണെന്നറിയോ? പക്ഷേ 2 കാര്യങ്ങളിൽ രാവണൻ താഴത്തേക്ക്. 1 അഹങ്കാരം, 2 സ്ത്രീകളോടുള്ള പെരുമാറ്റം. സ്ത്രീയെ
നിന്റെ ഭാര്യയെ ഒഴിച്ചു മറ്റുള്ള സ്ത്രീകളെ അമ്മയായി കാണുവാൻ പഠിപ്പിച്ച സംസ്കാരമാണ് നമ്മളുടെ. നിന്റെ ഭാര്യയുണ്ട് നിനക്ക് സന്തോഷം തരുവാൻ. അവളെ ഒഴിച്ച് നിന്റെ മുമ്പിൽ വരുന്ന ഒരു വയസ്സായ കുഞ്ഞു മുതൽ 100 വയസ്സായ അമ്മയെ വരെ നീ അമ്മയായി കാണും മകനെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച സംസ്കാരത്തിൻ്റെ ആ സംസ്കാരത്തിനെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടവരാ നമ്മൾ ഈ ഇരിക്കുന്നത്. നമ്മയാര പെങ്ങളാര എന്താ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് മാത്രമല്ല നേരിടേണ്ടി വരുന്ന, മനുഷ്യർക്കെല്ലാം നേരിടേണ്ടി വരുന്ന കലികാലം അതിൻ്റെ ഇരട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അച്ഛന് അങ്ങ് മോക്ഷം കൊടുക്കണം, അതിന് എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റ് അങ്ങ് ക്ഷമിക്കണം. അപ്പം ഇങ്ങനെ ഭഗവാനോട് ഈ 2 വരെ മാത്രമേ ചോദിച്ചുള്ളൂ പ്രഹ്ലാദൻ. പ്രഹ്ലാദനെ പോലൊരു ഭക്തിയുള്ള ഒരാൾ ഈ വേറെ ജനിച്ചിട്ടുണ്ടോ? സത്യസന്ധമായി ഭഗവാനിലുള്ള ഭക്തി പ്രഹ്ലാദസ്വാമിക്കായിരുന്നു. അത്ര അചഞ്ചലമായ ഭക്തി, ഒരു മാറ്റവുമില്ലാതെ ഇത്രയുമൊക്കെ ക്രൂരത ചെയ്തിട്ടും തൻ്റെ ഗുരുകുലത്തിൽ ചെന്ന് കൂട്ടുകാരെ പോലും ഓം ഹിരണ്യകശിപു നമഃ എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പഠിപ്പിച്ച കുട്ടി. തൻ്റെ കുട്ടികളെ അത് ഒരു മാതൃകയാണ് നമ്മുടെ കുട്ടികൾക്ക്. തൻ്റെ കൂട്ടുകാരെ നേർവഴിയിലേക്ക് നയിക്കുവാൻ നമ്മുടെ മക്കൾ ശ്രമിക്കണം. അല്ലാതെ ഉടനെ ഒരു പെഗ് കൊടുത്തു, ഇല്ലെങ്കിൽ ഒരു ഡ്രഗ്, ഇല്ലെങ്കിൽ മദ്യപാനം, അങ്ങനെ പലതുണ്ടല്ലോ. നമ്മുടെ ഒരു ഫ്രീ കൊടുക്കുക, ദ ഫസ്റ്റ് വൺ ഈസ് ഫ്രീ, എന്നിട്ട് അവനെ കൂടി കൂട്ടത്തിൽ കൂട്ടുക അധർമ്മത്തിൻ്റെ പാതയിലേക്ക്. ഇല്ലേ, നീ ഈ ഒരു പേപ്പർ, ഇല്ലെങ്കിൽ ഈ ഒരു കൂടൊന്ന്, ഈ ഒരു പാക്കറ്റ് ഇതൊന്ന് നീ എൻ്റെ കൂട്ടുകാരിക്ക് കൊടുക്കുക, ഇല്ലേ ഇന്ന ആൾക്ക് ഒന്ന് കൊടുത്തേക്കാൻ പറഞ്ഞ് വിട്ട് ക്യാരിയേഴ്സ് ആക്കുന്നവർ, അധർമ്മത്തിലേക്ക് നയിക്കുന്നവരെ അല്ല. അങ്ങനെ ആവരുത് നമ്മുടെ മക്കൾ. നമ്മുടെ മക്കൾ പ്രഹ്ലാദനെ പോലെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നവനായിരിക്കണം. അങ്ങനെയാണ് ഈ 3 കുട്ടികളുടെ ഒരു സമന്വയം. ഈ 3 കുട്ടികളുടെ സമാനതകളോ, ഒന്ന് അവരുടെ അച്ഛനെ കേന്ദ്രീകരിച്ചാണ് അവരുടെ എല്ലാ കാര്യങ്ങളും. അച്ഛനാണ് അതിൻ്റെ മുഖ്യ കഥാപാത്രം. 2, അവർ പറയുന്ന കാര്യങ്ങളിൽ 2 പേരുടെ ഗുരു നാരദരാണ്. 2 പേരുടെ. 3-മത്തെ ആളുടെ യമദേവനാണ്, ധർമ്മദേവൻ. അപ്പം ഈ 3 ഇങ്ങനെയുള്ള ആ 3 കുട്ടികളുടെ സമാനതകൾ, പിന്നീട് അവരുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം, ദൃഢനിശ്ചയം, അവരിലുള്ള സമചിത്തത, ഇവയെല്ലാം നമുക്ക് ഉദാഹരണമായി നമ്മുടെ കുട്ടികൾ ഈ ഒരു സമാനതകൾ നമുക്ക് അവരെ പറഞ്ഞു ഫലിപ്പിക്കാം, പറഞ്ഞ് കാണിച്ചു കൊടുക്കാം, പറഞ്ഞ് മനസ്സിലാക്കിക്കാം. ഇങ്ങനെയുള്ള ധ്രുവൻ എന്ന് പറഞ്ഞ ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. അവൻ തപസ് ചെയ്ത് അവൻ്റെ കഠിനമായ തപസ്സുകൊണ്ട് നേടിയ ധ്രുവ പദവി, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കുതിക്കുമ്പോൾ ധ്രുവനെ ഓർക്കുക. തപസ് ചെയ്യുവാൻ പോയില്ലെങ്കിൽ പോലും അതുപോലെയുള്ള കഠിനമായി പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ലക്ഷ്യം എന്തുമാകട്ടെ, മാർഗം ഒന്നായിരിക്കണം. ആ മാർഗം കഠിന പ്രയത്നം തന്നെയാണ് ഏത് കാര്യത്തിലും. പക്ഷേ കഠിനമായി നമ്മൾ പ്രയത്നിക്കുമ്പോൾ ധർമ്മത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുവാൻ ഈ 3 കുഞ്ഞുങ്ങളും നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ധർമ്മം എന്തെന്ന് പറഞ്ഞു തരികയാണ്. ആത്മജ്ഞാനം അറിയുവാനുള്ള ആകാംക്ഷ കുട്ടികൾ കാണിക്കുകയാണ്. ഈശ്വരൻ ആരാണ് എന്ന് നമ്മളെ കാട്ടിത്തരികയാണ്. ഇത് നമുക്ക് നിസ്സാരമായിട്ടെടുക്കുക. മറ്റേത് വലിയ ആൾക്കാർ നമ്മൾക്ക് പറഞ്ഞു തരുന്ന പോലെയോ കാട്ടിത്തരുന്ന പോലെയോ മാതൃകയാകുന്ന പോലെയോ അല്ല. ഒരു കുട്ടി, 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ജീവിത തത്വങ്ങൾ, ജീവിത സത്യങ്ങൾ സ്വജീവിതത്തിൽ പകർത്തി നമ്മളെ മനസ്സിലാക്കിക്കുന്നത്. നിസ്സാരമായിട്ടാണോ നമ്മളിതിനെ വളരെ കാര്യമായി എടുത്ത് നമ്മുടെ കുട്ടികളിലേക്ക് ഇങ്ങനെയുള്ള അറിവുകൾ മുൻപോട്ട് പകർന്നു കൊടുക്കുവാൻ സത്രവേദികൾ തയ്യാറാകണം. ഞാൻ കഴിഞ്ഞ സത്രത്തിനും പറഞ്ഞിരുന്നു, എൻ്റെ കൂട്ടുകാരി സിന്ധു, നാളെ ഉണ്ട് അവരുടെ ക്ലാസ്. അവർ പറഞ്ഞു, ഒരു ദിവസം നമുക്ക് കുട്ടികൾക്ക് ഈ സത്രവേദി കൊടുക്കാം. എത്ര കുട്ടികൾ വരുമെന്നറിയാം. കുട്ടികളെ ശീലിപ്പിച്ച് ഒരു ദിവസം, ഇല്ലെങ്കിൽ ഒരു പകുതി ദിവസമെങ്കിലും കുട്ടികളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയെങ്കിലും കുറച്ച് കുട്ടികളെങ്കിലും
ആത്മീയ പാതയിലേക്ക് വരട്ടെ. ഈ ആത്മീയ പാതയിൽ അവർ വരുന്ന എന്തിനെന്ന് വെച്ചാൽ അവരിൽ ഭയമുണ്ടാവരുത്, അവർക്ക് ഭയമുണ്ടാവരുത്. കൂടാതെ അവർ സ്വയം അവരെ ഒന്ന് ഭയക്കണം. സ്വയം തെറ്റ് ചെയ്യാതിരിക്കുവാനുള്ള ഒരു ആർജവം അവരിൽ ഉണ്ടാവണം. ആ തെറ്റ് ചെയ്യാതിരിക്കാൻ അവരെ സഹായിക്കുകയോ അവരെ പ്രേരിപ്പിക്കുന്നോ ഇങ്ങനെയുള്ള ആത്മീയ സദസ്സുകളിൽ കിട്ടുന്ന അറിവുകൾ വളരെയേറെയാണ്. അതിന് നമ്മുടെ സത്രസമിതിയും ഇട്ടിരിക്കുന്ന സ്വാമിക്കൊക്കെ അത് ചെയ്യാൻ സാധിക്കും. കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ, തലമുറയെ പഴയതുപോലെ നമ്മളുടെ വീടുകളിൽ കിട്ടുന്ന ഇടങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പോൾ, ഭദ്രതയുണ്ടായിരുന്നു, സുഭദ്രതയുണ്ടായിരുന്നു പണ്ട് വീടുകളിൽ. ഇന്ന് വീടുകളൊക്കെ തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് മുൻപോട്ട് നമ്മുടെ കുട്ടികളെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്നത്, അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ. ഇനി മുതലുള്ള സത്രവേദികളിൽ, സദസ്സുകളിൽ കുഞ്ഞുങ്ങളും കൂടി വരുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ഗർഭിണികളായിട്ടുള്ള നമ്മുടെ സഹോദരിമാരെയും കൂടി ഈ സദസ്സുകളിൽ, ഇങ്ങനെയുള്ള സദസ്സുകളിൽ കുറച്ച് സമയമെങ്കിലും കൊണ്ടുവരുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. വീണ്ടും 4-5 മാസം മുമ്പാണ് നാരായണീയ സത്രത്തിൽ വന്നിരുന്നു. അന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ 3-4 മാസം കഴിയുമ്പോൾ ഉണ്ണിക്കണ്ണനെ കാണാൻ, ഈ ഭഗവാന്റെ അടുത്ത് വരാൻ. ആദ്യമായിട്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുന്നത്. ഇവിടെ വരാൻ സാധിക്കുമെന്ന് സ്വപ്നത്തിൽ കരുതിയിരുന്നില്ല. ഭാഗ്യം, മഹാഭാഗ്യം. സ്വാമി നാരായണ സ്വാമി സാറിനോട് ഉള്ള എൻ്റെ കടപ്പാടും സ്നേഹവും ഈ സത്രസമിതിയിലുള്ള എല്ലാവരോടും ഉള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് എന്നെ കേട്ടിരുന്നതിന് വളരെ വളരെ സന്തോഷം. കേട്ടിരിക്കാനാണ് പാട്. കേട്ടിരുന്നതിന് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അതൊക്കെ അറിയുള്ളൂ. വലിയ അറിവിലേക്കൊന്നും പോയിട്ടില്ല. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഇനിയും ഇത് കഴിഞ്ഞപ്പോഴും എന്നോടുണ്ടാവണം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ വിട.